ഈ ഒരു പോഡ്കാസ്റ്റ് തുടങ്ങുമ്പോൾ ഒരുപാട് 4-0, 3-0, 6-0 അല്ലേ, ഒരു വിന്നിങ് റൺ, ടൈറ്റിൽ ചേസ്, ടൈറ്റിൽ റേസ്, പിന്നെ ടൈറ്റിൽ ഡിഫെൻഡിങ് എന്നൊക്കെ വിചാരിച്ച് നമ്മുടെ ലിവർപൂൾ വേർഡ്സും ഇസാക്കും ഫ്രിംപോങ്ങും എക്കിറ്റിക്കും ഒക്കെ സൈൻ ചെയ്ത് ആദ്യത്തെ 5 കളി ജയിച്ച് 5 കളിയിലെ 15 പോയിന്റ് കിട്ടി. ഈ സീസൺ ഇങ്ങനെ പോകുന്നു വിചാരിച്ച് തുടങ്ങിയതിൽ ഫെബ്രുവരി അല്ല ജനുവരി അവസാനത്തെ ആദ്യ ഫസ്റ്റ് ഒരു കംപ്ലീറ്റ് ഡോമിനേഷൻ. ഇതിനു മുമ്പ് ഓക്കെ, ഏതാ ഫ്രാങ്ക്ഫർട്ട് ഗെയിം വാസ് ഓക്കെ, പക്ഷെ ഇറ്റ് വാസ് ടു ഈസി. കാരബാഗ് വാസ് നോട്ട് അപ് ടു ദ ചാമ്പ്യൻസ് ലീഗ് ലെവൽ. ഓവറോൾ ഈ മാച്ചിന്റെ റിസൾട്ടിനെയോ പെർഫോമൻസിനെയോ നമ്മൾ ഒരു തരത്തിലും ഫേസ് വാല്യൂൽ എടുക്കേണ്ട കാര്യമില്ല. സ്ലോട്ട് തന്നെ പറഞ്ഞു ആക്ച്വലി ന്യൂകാസൽ വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല. എന്നിരുന്നാലും ഒരു എന്താ പറയാ, നല്ലൊരു റിസൾട്ട് വരുമ്പോൾ അതിനെ കുറിച്ച് 2 നല്ല വാക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ പോഡ്കാസ്റ്റ് തുടങ്ങാം. പോസിറ്റിവിറ്റി നിന്ന് തുടങ്ങണോ അതോ അതോ എന്തുകൊണ്ട് ഇന്ന് എല്ലാവർക്കും നല്ല 2 കാര്യം, നല്ല 2 വാക്ക് വെച്ച് തുടങ്ങാം. അപ്പൊ ഗണേഷ തുടങ്ങിക്കോ. ഞാന് ഇത് പറയുന്ന മുന്നേ നമ്മുടെ കളി ന്യൂകാസിലായിട്ടാണ് അടുത്തത്. അപ്പോ പോഡ്കാസ്റ്റിലേക്ക് വരുന്നതിന് മുന്നേ ആന്റണി ഗോർഡന്റെ ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. സോ ഹൗ ടീംസ് പ്ലേ ഇൻ പ്രീമിയർ ലീഗ് ആൻഡ് ചാമ്പ്യൻസ് ലീഗ് എന്ന് പറഞ്ഞിട്ട്. സോ പ്രീമിയർ ലീഗ് കുറെ ഇവോൾവ് ആയി, കുറെ ടാക്ടിക്സ് ബേസ്ഡ് ആയി വന്നു, ലോങ് ത്രോസ്, കോർണർ, അങ്ങനെ കുറെ ആയിട്ട് വരുന്നു. പക്ഷെ ചാമ്പ്യൻസ് ലീഗിൽ എല്ലാവരും ഓപ്പൺ ഗെയിം കളിക്കും. ദേ ട്രൈ ടു ഡിസ്പ്ലേ ദെയർ സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ. സോ കാരബാഗ് അതുപോലെ അവർ ചെയ്തു. പക്ഷെ വി വർ ബെറ്റർ. സോ വി സ്കോർഡ് ലോട്ട് ഓഫ് ഗോൾസ്. കളി നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. എൻഡോ കളിച്ചു, നമ്മളുള്ള ആൾക്കാരെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു. പിന്നെ ഇഞ്ചറി ആയി, ഒന്നും പറയാൻ പറ്റില്ല. ഹാംസ്ട്രിങ് ഇഞ്ചറി റെക്കറിങ് ആയി വരുമ്പോൾ വലിയൊരു ഇഷ്യൂ ആണ്, ഒന്നും പറയാൻ പറ്റില്ല. നമുക്കതുപോലെ ഒരുപാട് പേരുണ്ട് ഹാംസ്ട്രിങ് ഇഞ്ചറി ഇങ്ങനെ റെക്കറായി വന്ന്. സെർജ് മുതൽ തിയാഗോ ഉണ്ടായിരുന്നു, ബാച്ചറ്റിച്ച് ഉണ്ട് ഇപ്പൊ അക്കാഡമിയിലാവട്ടെ. അങ്ങനെ കുറെ ആൾക്കാർക്ക് ഇങ്ങനെ റെക്കറിങ് ആയി വരുന്നുണ്ട്. സോ കളി നല്ല രസമുണ്ടായിരുന്നു. ചാമ്പ്യൻസ് ലീഗിന്റെ ഗെയിം ആൻഫീൽഡിനായിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഗെയിമിന്. റിയലി ഹാപ്പി എന്ന് വേണം പറയാൻ. കാരബാഗിനെ ഞാൻ അങ്ങനെ എന്താ പറയാ റൈറ്റ് ഓഫ് ചെയ്യുന്നതല്ല. അവരും ക്വാളിഫൈ ആയിട്ടുണ്ട്, ന്യൂകാസിലായിട്ട് അവർക്കും കളിയുണ്ട്. സോ അതുകൊണ്ട് നല്ലൊരു ടീമായിരിക്കണം ചാമ്പ്യൻസ് ലീഗ് വരണമെങ്കിൽ. സോ അപ്പൊ അവരെ ഞാൻ റൈറ്റ് ഓഫ് ചെയ്യുന്നില്ല. സോ വി പ്ലേഡ് ബെറ്റർ. സോ ആൻഡ് വി ഗോട്ട് ദ വിൻ എന്ന് വേണം പറയാൻ. സോ ഹാപ്പി വിത്ത് ദ പെർഫോമൻസ് സോ ഫാർ. സെയിം തിങ്. എന്താ പറയാ, നമ്മൾ അത്ലറ്റിക്കോ മാഡ്രിഡോ റയൽ മാഡ്രിഡോ അല്ലെങ്കിൽ ആർസണൽ സിറ്റി ഗെയിം വെച്ചിട്ടൊന്നും നമ്മൾ പോയത്. ഇറ്റ് വാസ് കാരബാഗ്. പക്ഷെ നമുക്ക് ആ എന്താ പറയാ ഒരു മസ്റ്റ് വിൻ ഗെയിം ആയിരുന്നു. ഈ ടോപ്പ് 8 കൺഫേം അല്ലാത്ത സ്ഥിതിക്ക് കളി എന്തായാലും ജയിച്ചേ പറ്റൂ. അല്ലാന്നുണ്ടെങ്കിൽ വി ഹാവ് ടു റിലൈ ഓൺ അതർ ടീംസ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നമ്മളെ ഈ ഒരു സീസൺ ഫോമും വെച്ചിട്ട് നമ്മൾ പാനിക് അടിക്കേണ്ട സമയം ആണ്. കളി തുടങ്ങുമ്പോൾ തന്നെ മിക്കവാറോടെ ഒരു പാനിക് അറ്റാക്ക് അടിച്ച് 1 ഗോൾ വാങ്ങി 2 ഗോൾ വാങ്ങി നിൽക്കേണ്ട സമയമാണ്. സോ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് വി ഡിഡ് വെൽ. ആദ്യത്തെ 2 ഗോൾ ആക്ച്വലി മെയ്ഡ് മോർ കമ്പോസ്ഡ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വി സ്റ്റാർട്ടഡ് പ്ലേയിങ് വിത്ത് ദാറ്റ് ഫ്രീഡം. കാരണം 2 ഗോൾ ലീഡ് ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഈസിനെസ് ഉണ്ടല്ലോ, അത് നമ്മൾ കണ്ടിരുന്നു. സോ ആ പോസ്റ്റ് 2 goals ആ ലിവർപൂൾ ആണ് ആക്ച്വലി വി വുഡ് വാണ്ട് എവറി ഗെയിം. നമുക്കിപ്പോ പ്രീമിയർ ലീഗിൽ ഇല്ലാത്തതും അതാണ്. കാരണം നമ്മളിപ്പോ ഒന്നടിച്ചാൽ പോലും ഇതെപ്പോ വേണേലും തിരിച്ചു വാങ്ങാം, അല്ലെങ്കിൽ തിരിച്ചു കിട്ടും എന്നുള്ള ഒരു പേടി കാരണം വി ആർ വേ മോർ കൺസർവേറ്റീവ് പ്രീമിയർ ലീഗിൽ. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കാരബാഗ് വാസ് എ ഗുഡ് ഗെയിം ഫോർ അസ് ടു വാച്ച്. സമാധാനത്തോടെ ഇരുന്ന് കാണാം. ഹാപ്പിനെസ്, പാസിംഗ് ഫ്ലോ ഉണ്ട്, വേർഡ്സ് എല്ലാം പോകുന്നുണ്ട്.
എല്ലാം കൂടി ഒരു നല്ലൊരു കളിയായിരുന്നു, ഫ്രിംപോങ്ങിന്റെ ഇഞ്ചുറി ഒഴികെ. എന്തായാലും ഈ കരാബാഗ് റിസൾട്ട് മാത്രമല്ല പെർഫോമൻസ്, നമ്മൾ കുറച്ച് കളികളായിട്ട് നമ്മുടെ പെർഫോമൻസ് നന്നായിട്ട് വരും, പക്ഷെ നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടാറുണ്ടായിരുന്നില്ല. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, നമ്മൾ അടുത്ത് തന്നെ, വളരെ അടുത്ത് തന്നെ നമ്മളൊരു 5 ഗോളിന് 6 ഗോളിന് ജയിക്കുന്ന മാച്ച് വരും എന്ന് പറയാറുണ്ട്. അപ്പൊ അതുപോലെ ഒരു 6 ഗോളിന് 6-0 സ്കോറിന് ജയിക്കുന്ന ഒരവസ്ഥ, അത് വളരെ നല്ല നമ്മൾ ഫാൻസിന്, ഇവിടെ ഇരിക്കുന്ന ഫാൻസിന് മാത്രമല്ല, ഇത് കാണുന്ന ഫാൻസിനായാലും അതുപോലെ പ്ലേയേഴ്സിനായാലും എല്ലാവർക്കും ഒരു ഭയങ്കര പോസിറ്റീവ് ഒരു ഇത് വന്നിട്ടുണ്ടാവും ഈ റിസൾട്ട്സിനൊക്കെ ശേഷം. പെർഫോമൻസ് ഇമ്പ്രൂവ് ആവുന്നു, റിസൾട്ട് ഇമ്പ്രൂവ് ആവുന്നതിന്റെ ഒരു സൂചനയായിരിക്കാം. അല്ലെങ്കിൽ ബോൺമൗത്ത് മാച്ചിന്റെ ആ തോൽവിയിൽ നിന്ന് നല്ലൊരു, അങ്ങനെ തോറ്റു നിൽക്കുന്ന സമയത്ത് ഒരു 6-0 വലിയ സ്കോറിന് ജയിക്കുക എന്ന് പറഞ്ഞാൽ അത് നല്ല ഒരു മൂവ്മെന്റ് നമുക്ക് കിട്ടും. മാത്രമല്ല ആ റിസൾട്ടോടുകൂടി നമ്മൾ ചാമ്പ്യൻസ് ലീഗില് ടേബിളില് 3rd വന്നു. നമ്മള് സ്ലോട്ട് ഇപ്പോ ചാമ്പ്യൻസ് ലീഗിലെ 10 കളികളില് മുകളിൽ മാനേജ് ചെയ്ത മാനേജേഴ്സിലെ ഏറ്റവും കൂടുതൽ വിൻ പെർസെന്റേജ് ഉള്ള മാനേജറും കൂടി ആയി മാറി ചാമ്പ്യൻസ് ലീഗിൽ. അങ്ങനെ വളരെ മാച്ച് ചെയ്തുകൊണ്ട് മാത്രമൊന്നുമില്ല, ഏതായാലും ഏത് എപ്പോഴും ഏത് സമയത്തായാലും അങ്ങനെയുള്ള ടഫ് ടീംസും ഒക്കെ ആയിട്ട് നല്ല ചെറിയ ടീംസ് ആയിട്ടും മാച്ച് വരില്ല. നമ്മള് സ്ലോട്ടുള്ള സമയത്ത് റയലിനെ എത്ര തോൽപ്പിച്ചു, ലെവർകൂസിനെ തോൽപ്പിച്ചു, നമ്മള് ഇറ്റാലിയൻ സൂപ്പർ പവർ ടീംസിനെ തോൽപ്പിച്ചു, നമ്മള് നല്ല ടീമുകളെ കുറെ തോൽപ്പിച്ചിട്ടുണ്ട്, അല്ല മോശം ടീമുകളെ മാത്രമൊന്നുമല്ല. അപ്പൊ അങ്ങനെ നമ്മള് അതെ ഞാൻ പറഞ്ഞു അത് പോസിറ്റീവ്. പിന്നെ നമ്മൾ ഈ ടോപ്പ് 8 തന്നെ നിൽക്കുമോ, ഈ മാച്ച് ഡ്രോ പിടിക്കാൻ നോക്കുമോ എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തു. ഡ്രോ പിടിച്ച് അങ്ങനെ ഇതിലേക്ക് നമ്മൾ പ്ലേയേഴ്സിനെ റെസ്റ്റ് ചെയ്യിക്കുന്നു പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ അപ്പോഴും ഞാൻ പറയണ്ടായിരുന്നു, നമ്മൾ സ്ട്രോങ് ടീമിനെ ഇറക്കി ഇത് ഉറപ്പിക്കാനും ടോപ്പ് 8 നിന്ന് ആ 2 മാച്ച് ഒഴിവാക്കാം, നേരെ ഫൈനൽ 16 കയറാനുള്ള ഒരു ഇതുണ്ട്. അത് കാരണം സ്ട്രോങ് ടീമിനെ ഇറക്കുന്നു പറഞ്ഞു. പക്ഷെ അതുകൊണ്ട് ഫ്രിംപോങ്ങിന് ഇഞ്ചുറി വരുന്ന അവസ്ഥ ഉണ്ടായി. അതിന് വരെ എൻഡോയും പ്രശ്നമായിട്ട് ഇരിക്കരുത്. നമ്മൾ ഇതൊക്കെ പറഞ്ഞതാണ്. അവിടെ അത് കേർട്ടിസിന്റെ ഇൽനെസ് ആണ് അത് ബാധിച്ചെന്ന് തോന്നുന്നു. കേർട്ടിസ് ഇൽനെസ് ഇല്ലായിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ കേർട്ടിസിനെ കളിപ്പിച്ചിട്ട് അവിടെ സുബോനെ റൈറ്റ് ബാക്ക് കളിപ്പിക്കുന്നതിലേക്ക് പോയേനെ, ചിലപ്പോൾ അറിയില്ല. എന്തായാലും അതുകൊണ്ട് ഫ്രിംപോങ്ങിനെ നമ്മള് മിസ്സായി. പക്ഷെ ഇപ്പൊ ഇന്റർവ്യൂവിൽ കണ്ടത് അത്രയധികം മാച്ച് മിസ്സാവില്ല എന്ന്, 2 ആഴ്ച വരുന്ന രീതിയിലുള്ള ഇഞ്ചുറി ഉള്ളൂ എന്നാണ് ലേറ്റസ്റ്റ് അറിഞ്ഞത്. വലിയ കുഴപ്പമുണ്ടാവില്ലായിരിക്കും, ഒരു പ്രശ്നത്തിലേക്ക് പോകില്ലായിരിക്കും. എനിവേ നമുക്ക് ഇപ്പൊ കുറച്ചുകൂടി നല്ല ഒരുപാട് ടഫ് ആയിട്ടുള്ള ഒപ്പോണൻസ് അല്ല പോന്നേക്കണം. മാത്രമല്ല ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പ്രീമിയർ ലീഗ് ഒപ്പോണൻസ് അല്ല നമുക്ക് അടുത്ത റൗണ്ടിലേ വരിക. അത്ലറ്റിക്കോ മാഡ്രിഡ് ഉണ്ട് ഇതില്, അതാണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു, അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ടീം അതേ ഉള്ളൂ നമ്മുടെ ഇതില്. അതാണെങ്കിൽ തന്നെ നമ്മൾ ജയിക്കും എന്നുള്ളത്. സിമിയോണി ഇപ്പൊ അവിടെ നിന്ന് വിട്ടുപോകാൻ നിൽക്കുക, അത്ലറ്റിക്കോ മാഡ്രിഡ് അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അവരങ്ങനെ ഒരു ഡൗൺവേർഡ് പാത്തിലാണ്. എന്തായാലും നമ്മള് ലാസ്റ്റ് 16 അല്ല, ലാസ്റ്റ് 8 കടക്കാനുള്ള സാധ്യതകളും കൂടി തുറന്നുകൊണ്ടാണ് നമ്മുടെ ഈ റിസൾട്ട് വന്നിട്ടുള്ളത്. അത് വളരെ പോസിറ്റീവാണ്. നമ്മുടെ ഈ സീസണിൽ നമുക്കറിയാം പ്രീമിയർ ലീഗ് ടൈറ്റിൽ എന്നുള്ളത് മാത്തമാറ്റിക്കലി പോസിബിൾ ആണെങ്കിലും അത് ലോജിക്കലി യാതൊരു ചാൻസും ഇല്ല, അതിൽ പോസിബിൾ അല്ല. പക്ഷെ ചാമ്പ്യൻസ് ലീഗ് നമുക്ക് പോസിബിലിറ്റി ഉള്ള, നമുക്ക് എന്തായാലും ജയിക്കേണ്ട ഒരു ക്യാമ്പയിൻ, ഒരു ട്രോഫിയാണ്. അതിനാണ് സ്ലോട്ട് ഇപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിലേക്കുള്ള ഒരു പാത്ത് വേ അവിടെ ഓപ്പൺ ആയി കിടക്കുന്നുണ്ട്. ഇതാണ് ഈ റിസൾട്ടായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ. അല്ല, ഈ ടോപ്പിക്കിൽ നിന്ന് ലേശം ഡൈവേർട്ട് ചെയ്തിട്ട് നമുക്ക് എനിക്ക് തോന്നുന്നു ഗണേശനും ഓബിനും ഓരോത് പറഞ്ഞു. ചാമ്പ്യൻസ് ലീഗ് ഗെയിംസ് ഈ സീസൺ എല്ലാ പ്രീമിയർ ലീഗ് ടീംസിനും, ഗോർഡൻ പറഞ്ഞ കാര്യം പറഞ്ഞു, ഈസി ആയിട്ടുണ്ട്. അതായത് ടോപ്പ് 8 5 പ്രീമിയർ ലീഗ് ടീംസും ഒരു ടീം മാത്രം, ന്യൂകാസിൽ മാത്രം 12th സംതിങ്, ആൻഡ് ന്യൂകാസിൽ ആർ പ്ലേയിങ് ഏതോ ഒരു ടീമാണ് കളിക്കുന്നത്, they will easily go through. അവയെ കുറച്ച് ടഫായിരിക്കും, അസർബൈജാൻ വരെ പോണം. ബട്ട് സോ ഞാൻ ഇന്നലെ മറ്റേ റാഫേൽ ഹോയിൻസ്റ്റീന്റെയും മറ്റേ ഗെയിം ബെലാഗയുടെ ഒരു ആർട്ടിക്കിൾ വായിച്ചതിൽ
ഇപ്പം ഗണേശൻ പറഞ്ഞ പോയിന്റ് ആണ് ശരിക്കും അതിനകത്ത് വരുന്നത്. അതായത് പ്രീമിയർ ലീഗ് എന്ന് പറയുമ്പോൾ എല്ലാ ടീമിന്റെ ക്വാളിറ്റിയും ഇപ്പം പ്രീമിയർ ലീഗ് സൈൻ ചെയ്യുന്ന പ്ലേയേഴ്സിന്റെ ക്വാളിറ്റി സ്റ്റാർസ് മാത്രമല്ല. പ്രീമിയർ ലീഗ് ഇപ്പൊ നമ്മൾ ക്രിക്കറ്റ് വെച്ച് പറയുകയാണെങ്കിൽ പണ്ട് IPL എല്ലാ ടീമും ഗ്ലോബൽ സ്റ്റാർസിനെ സൈൻ ചെയ്യുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ IPL നോക്കിയിട്ട് എടുക്കുന്നത്. അതേപോലെയാണ് എനിക്ക് തോന്നുന്നു പ്രീമിയർ ലീഗ് ടീംസ് ഇപ്പം ക്വാളിറ്റി പ്ലേയേഴ്സിനെ ഹണ്ട് ചെയ്ത് വാല്യൂ ഫോർ മണി ആയിട്ട് ബിൽഡ് ചെയ്തിട്ട് ആൻഡ് നൗ ദേ ആർ സെല്ലിംഗ് അബ്രോഡ്. ഇപ്പൊ മറ്റേറ്റ കണ്ടില്ലേ, മറ്റേറ്റ പ്രോബ്ലി AC മിലാനിലേക്ക് പോകും. സോ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്, സൗദിക്ക് പോകുന്നുണ്ട്. അപ്പോ പ്രീമിയർ ലീഗ് ടീംസിന് എത്രത്തോളം ചാൻസ് ഉണ്ട് ഇത്തവണ ചാമ്പ്യൻസ് ലീഗ് സ്വീപ്പ് ചെയ്യാൻ? കാരണം Madrid has to play extra round, Inter Milan has to play extra round, പിന്നെ PSG, യുവെന്റസ്. എത്രത്തോളം പ്രീമിയർ ലീഗിന്റെ ക്വാളിറ്റി. ഇപ്പൊ ആർസണൽ വൺ എവറി ഗെയിം, ലിവർപൂൾ ഹാവിംഗ് ബീൻ ടെറിബിൾ ലോസ്റ്റ് ഓൺലി വൺ ഗെയിം ആൻഡ് വൺ ദ റെസ്റ്റ്. അപ്പോ സിറ്റി ഓൾസോ എല്ലാരും ജയിക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രീമിയർ ലീഗ് അത്രയും ടഫും കോംപ്ലിക്കേറ്റഡ് ആയി മാറിയോ? ലൈക് യൂറോപ്യൻ ടീംസ് കാൺ കമ്പീറ്റ്. PL ടഫ് ആയതല്ല. സോ എന്താന്ന് വെച്ചാല് നമ്മള് ഇപ്പൊ ഗോർഡൻ പറഞ്ഞ അതിലത്തെ ഒരു പോയിന്റ് എന്ന് വെച്ചാല് ഈ സീസണിലെ PL ഒന്ന് സെറ്റ് പീസ് ഡോമിനേറ്റഡ് ആണ്. ലോങ് ത്രോ മുതൽ കോർണർ കിക്സ് എല്ലാം ആർസണൽ സ്റ്റൈൽ സെറ്റ് പീസ് ആണ്. രണ്ടാമതെന്ന് വെച്ചാൽ എവറിത്തിങ് ഈസ് സോ നാരോ. കാരണം ആ ഒരു എല്ലാം എന്താ പറയുക വിട്ട് കൊടുത്തിട്ട് എല്ലാവരും ആ സെൻട്രൽ ഏരിയ ക്രൗഡ് ചെയ്തിട്ട് നിൽക്കുന്നതാണ്. സോ when players play that way for a long time, പകുതി സീസണോളം കളിച്ച് അതിൽ തന്നെ കളിക്കുന്നത്. So when they play that and then they move to Europe, അങ്ങനെ ഒരു യൂറോപ്പിലേക്ക് പോകുമ്പോൾ for them ആ ചെറിയൊരു ഗ്യാപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ that looks like a big area for them എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്നത്. കാരണം അവർ ആ സ്മോൾ സ്പേസസിൽ കളിച്ച് ശീലമായിട്ട് പെട്ടെന്ന് യൂറോപ്പിലേക്ക് പോകുമ്പോൾ they are seeing a lot of space where they can move around. പിന്നെന്ന് വെച്ചാൽ അവർ ഫിസിക്കാലിറ്റിയിൽ റൈറ്റ് നൗ ഒരു പണ്ട് മുതലേ പറയുന്നതാണ്, പ്രീമിയർ ലീഗിൽ ഒരു സാധാ മിസ് ടച്ച് വന്നാൽ അല്ലെങ്കിൽ മിസ് കൺട്രോൾ വന്നാൽ ദ ബോൾ ഇസ് ഗോൺ. കാരണം ഒരു ടാക്കിൾ വരും. അത്രക്കും അവര് ക്ലോസ് കൺട്രോൾ ശീലമായി കൊടുക്കുന്നുണ്ട് ഒരു സീസണാണിത്. അപ്പൊ അവിടെ നിന്ന് യൂറോപ്പിലേക്ക് എത്തുമ്പോൾ ഇപ്പൊ ഇന്നലെ റോബർട്ട്സൺ എങ്ങനെ ഹാഫ് ലൈൻ മിസ് ടച്ച് എങ്ങനെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹി ഹിംസെൽഫ് റാൻ ആൻഡ് ഗോട്ട് ദ ബോൾ. ഒരു ബാഡ് ടച്ച് വന്നാൽ പോലും ഹി ക്യാൻ ഗോ ആൻഡ് ഗെറ്റ് ദ ബോൾ ഇൻ യൂറോപ്പ്. അപ്പൊ ആ ഒരു സ്പേസ്, ആ ഒരു ഫ്രീഡം കിട്ടുമ്പോൾ റിയൽ ടീം ആർ ഏബിൾ ടു ഡു ബെറ്റർ. മറ്റവർക്ക് എന്താ പറയുക, അവരവരെ ലീഗിൽ കളിക്കുന്ന അതേ സാധനമാണ് ഇവിടെ വരുന്നതെങ്കിൽ നമുക്ക് ഇത് ആക്ച്വലി ഒരു ഫ്രീ ഏരിയ കിട്ടുന്ന ഫീൽ വരും ഈ പ്രീമിയർ ലീഗ് പ്ലേയേഴ്സിന്. So that could be a reason why we are doing very well in terms of moving the ball and making sure that we are reaching the right areas. So എനിക്ക് ഫീൽ ചെയ്തേ ഈ പറഞ്ഞ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ എന്നാലും അതൊന്നും കൂടി എക്സ്പാൻഡ് ചെയ്ത് പറയാം. അപ്പോൾ പ്രീമിയർ ലീഗിലാണ് ഏറ്റവും കൂടുതൽ പൈസ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പൊ നടക്കുന്നത്. അപ്പൊ ആ ഇൻവെസ്റ്റ്മെന്റ് അത്രയധികം നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ടെക്നിക്കലി ഗിഫ്റ്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് കുറെ വരികയാണ്. ക്ലോസ് കൺട്രോള് ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സ് ഒക്കെ. അപ്പൊ നമ്മളെ നോക്ക് ക്ലോപ്പൊക്കെ വന്ന സമയത്ത് പ്രസ്സിങ് പ്രസ്സിങ് സ്റ്റൈലാണ് പ്രീമിയർ ലീഗിൽ ഭയങ്കരമായിട്ട് കയറി വന്നത്. പ്രസ്സിങ് എല്ലാ ആ ലിവർപൂളിന്റെ സ്റ്റൈല് തന്നെ അങ്ങനെ പലരും ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുക. പ്രസ് ചെയ്യുന്ന ടീംസിന്റെ എണ്ണം കൂടി അങ്ങനെയുള്ള മാനേജേഴ്സ് വരുന്നത്. അപ്പോൾ പതുക്കെ ആ ഇൻവെസ്റ്റ്മെന്റ് കൂടുന്നതനുസരിച്ച് ടെക്നിക്കൽ പ്ലേയേഴ്സ് ഇങ്ങനെ വന്നു. ടെക്നിക്കൽ പ്ലേയേഴ്സ് വന്നു കഴിഞ്ഞപ്പോൾ ഈ പ്രസ്സിങ്ങിനെ അവർക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സ് ആയിട്ട് മാറി. പ്രസ്സിങ് സ്റ്റൈല് പതുക്കെ താഴേക്ക് വരാൻ ഒരു കാരണം അതാണ്. അപ്പൊ ഇത്രയൊക്കെ പ്രസ്, ഇപ്പോൾ ബ്രൈറ്റനൊക്കെ ഒരു പ്രൈം എക്സാമ്പിൾ. അവർ നന്നായിട്ട് പ്രസ് ചെയ്യുകയും ചെയ്യും. അവരെ പ്രസ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ ഒരു മിഡ് ടേബിൾ പോലെയുള്ള സമയത്ത് പോലും അവര് നന്നായിട്ട് പ്രസ്സിനെ ഓവർകം ചെയ്ത് പാസ് ചെയ്ത് അവര് പെർഫോം ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ തന്നെ പല ടീമുകളും അങ്ങനെ കയറി വന്നു. അപ്പൊ പതുക്കെ ഒരു എവല്യൂഷൻ നടക്കുകയാണ്. ആ പ്രസ്സിങ് ഒരു സ്റ്റൈല് ഓവർകം ചെയ്യാൻ പിന്നെ നെക്സ്റ്റ് സാധ്യതയുള്ളത് ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി ഫിസിക്കലായിട്ട്
സെറ്റ് പീസുകൾ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെയാണ്. പിന്നെ ചില ടീമുകൾ അത് ഓവർകം ചെയ്യാൻ വേണ്ടി ലോ ബ്ലോക്കും മിഡ് ബ്ലോക്കും ഒക്കെ കൊണ്ടുവരികയും കൗണ്ടർ അറ്റാക്ക് ചെയ്യും. കാരണം അവർക്ക് ടെക്നിക്കൽ പ്ലേയേഴ്സ് ഉണ്ട്. പ്രസ് ചെയ്താലും അവർക്ക് അത് ഓവർകം ചെയ്യാം, ലോങ് പാസ് ഇട്ടിട്ടായാലും അങ്ങനെ. അപ്പൊ ആ രീതിയിലേക്ക് എവല്യൂഷൻ വന്നു. ഈവൻ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ടോപ്പ് ക്ലബ്സ് പോലും ആ രീതിയിലേക്ക് വന്നു. അതാണ് ആഴ്സണൽ ആ ഒരു പാത്തിലേക്ക് പോയത്. ആഴ്സണൽ തുടങ്ങുന്ന സമയത്ത് ആഴ്സണൽ അങ്ങനെയായിരുന്നില്ല, പക്ഷെ ഈ സമയമായപ്പോഴേക്കും കഴിഞ്ഞ സീസണിന്റെ അവസാനം മുതലൊക്കെയാണ് അവരങ്ങനെ വന്നത്. അപ്പൊ അങ്ങനെ ആയപ്പോ പ്രീമിയർ ലീഗിന്റെ മൊത്തത്തിലുള്ള സ്വഭാവം അങ്ങോട്ട് മാറി, അവരുടെ സ്റ്റൈൽ തന്നെ മാറി. പക്ഷെ യൂറോപ്യൻ മറ്റ് ക്ലബ്ബുകളൊക്കെ അവർ ഇതേ സ്റ്റൈലിൽ, അവർക്ക് ടെക്നിക്കലി അത്ര ക്വാളിഫൈഡ് പ്ലേയേഴ്സ് അല്ല ഈ ടോപ്പ് ക്ലബ്സ് അല്ലാണ്ടുള്ള ബാക്കി ക്ലബ്സ്. അപ്പൊ ടോപ്പ് ക്ലബ്സിന് പ്രഷർ ഇല്ല, അവർക്ക് ഇങ്ങനെ ചെയ്യുന്ന പ്രഷർ ഇല്ല. അവർക്ക് അവിടെ എല്ലാ മാച്ചിനും കളിക്കാനുള്ള സ്പേസും അവർക്ക് അവരുടെ ടാക്ടിക്സ് വെച്ച് കളിക്കാനുള്ള സ്പേസ് അവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല സ്ഥിതി, പ്രീമിയർ ലീഗിൽ അങ്ങനെയല്ല. അപ്പോ ഇത് തമ്മിലുള്ള ഒരു ക്ലാഷ് ആണ് ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ ഉണ്ടായിട്ടുള്ളത്. അതാണ് ഈ പ്രീമിയർ ലീഗിലെ ടീമുകൾക്ക് ഈ പറഞ്ഞ പ്രസ്സിംഗ് ആയാലും ഏത് സ്റ്റൈല് ഫുട്ബോളിനായാലും ഡുവൽസ് വിൻ ചെയ്യലായാലും, ഗോർഡൻ പറഞ്ഞ ഒരു കാര്യം അതാ, ഡുവൽസ് ആണ് അതിന്റെ കണക്കാണുള്ളത്. സെറ്റ് പീസസ്, ലോങ് ത്രോസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഈ പ്രീമിയർ ലീഗ് ക്ലബ്സിന് മറ്റേ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ അവിടെ വന്നു. അപ്പോ ലീഗിന്റെ ഈ ഒരു ഒരു നല്ല ഭംഗിയുള്ള ഫുട്ബോളിന്റെ ക്വാളിറ്റി നോക്കുമ്പോൾ ചാമ്പ്യൻസ് ലീഗിലെ ക്ലബ്ബുകളൊന്നും മോശമല്ല. അവരൊക്കെ നല്ല രസമുള്ള, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല ഫുട്ബോൾ കളിക്കുന്ന ടീമാണ്. പക്ഷെ ഇവിടെ ഈ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള അതിലേക്ക് വരുമ്പോ അവർക്ക് പ്രശ്നം വരികയാണ്. അതാണ് സംഭവിച്ചതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ക്വാളിറ്റി നോക്കുമ്പോൾ രണ്ടും ഡിഫറെന്റ് കൈൻഡ് ഓഫ് ക്വാളിറ്റിയാണ്. ഡിഫറെന്റ് കൈൻഡ് ഓഫ് ക്വാളിറ്റി തമ്മിലുള്ള ഒരു ഫൈറ്റ് ആയി അത് മാറി. അതാണ് സംഭവിച്ചതെന്ന് എനിക്ക് ഫീൽ ചെയ്തു. നമുക്ക് ഇത്തവണയുള്ള ഇതേ ടോപ്പിക്കിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചാമ്പ്യൻസ് ലീഗിന്റെ ഒരു ഇത് നോക്കാം. ലിവർപൂളിന് ചാൻസ് ഉള്ള ടീം നേരത്തെ നമ്മുടെ സുദീപ് പറഞ്ഞു, യുവന്റസ്, ഗാലറ്റാസറേ, അത്ലറ്റിക്കോ മാഡ്രിഡ്, ക്ലബ് ബ്രൂഷ്. ഈ 4 ടീമില് ഒരു ടീം നമുക്ക് കിട്ടും. എനിക്ക് പേഴ്സണലി ക്ലബ് ബ്രൂഷ് കിട്ടിയാൽ നന്നായിരുന്നു. ഗാലറ്റാസറേ കുഴപ്പമില്ല, ബട്ട് സ്റ്റിൽ അവേ ഗെയിം അറ്റ് ഗാലറ്റാസറേ നമ്മൾ ഇത്തവണ അറിഞ്ഞതാണ്. ആ ഹീറ്റ് ഒന്നും കൂടി അത് അങ്ങോട്ട് അവിടെ പോകേണ്ട താല്പര്യം എനിക്കില്ല. യുവന്റസ് വിൽ ബി എ ഗുഡ് ഗെയിം. കിയേസന്റെ പാട്ടൊക്കെ രസമുണ്ടാവും. ദെൻ അത്ലറ്റി വീനോ, ബോഗി ടീം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഇറ്റ്സ് ചാമ്പ്യൻസ് ലീഗ്, അത്ലറ്റിക്കോ, യു നെവർ നോ. ആൻഡ് ഇപ്പം സുദീപ് പറഞ്ഞ പോലെ സിമിയോണിന്റെ ലാസ്റ്റ് മാച്ച് അത് കഴിഞ്ഞ്, അത് ജയിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വൺ ഓഫ് ചെൽസി, ബാഴ്സ, പാരീസ്. ഇറ്റ് ഈസ് ടഫ്. സെയിം ടൈം PSG വന്ന സ്ലോട്ട് പറയും. എല്ലാം നിങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ എന്താ അച്ഛനെ കളിച്ചത്, ഞാനില്ലാന്ന് അറിയും. മാൻ സിറ്റിയുടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മാൻ സിറ്റി ഹാസ് റയൽ മാഡ്രിഡ്, ബെൻഫീക്ക, ഇന്റർ ആൻഡ് ബോഡോ. ടഫ് ആണ്. മാഡ്രിഡ് കിട്ടിയാൽ ആർസണൽ അവസ്ഥയിൽ നല്ലതല്ലേ? അതെ, ആർസണലിന്റെ അറിയണ്ടേ, കാരണം ടോപ്പ് ഫസ്റ്റ് ആയി കഴിഞ്ഞിട്ട് ഏത് ടീമിനെ കിട്ടാൻ ഡോട്ട്മണ്ട്, അറ്റ്ലാന്റ, ലെവർക്യൂസൻ, ഒളിമ്പിയാക്കോസ് സുഖമായിട്ട് ജയിക്കും. പക്ഷെ ആർസണലിന് അടുത്ത റൗണ്ടിൽ വരാൻ പോകുന്നത് ഈതർ മാഡ്രിഡ്, ഇന്റർ, മാൻ സിറ്റി, ഇതിലൊരു ടീം വരും. ചെൽസി will get either Newcastle, Paris, Monaco, Karabakh or Barcelona same. So I think draw ഇത്തവണ കുറച്ചും കൂടി ഫെയർ ആണ്. എല്ലാവർക്കും ഇറ്റ്സ് ഈക്വൽ ടഫ്. ഐ ഫീൽ ഐ തിങ്ക് സിറ്റി ഹാസ് ദ ടഫസ്റ്റ്. ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ല, എല്ലാവർക്കും ഒരു ടഫ് ടീം ഉണ്ട് അല്ലേ? അർസണലിന്റെ 4 ടീമും അർസണലിന്റെ ഫാം വെച്ച് നോക്കുമ്പോൾ അർസണൽ ഈസിയാണ്. പ്രീമിയർ ലീഗ് പ്രഷർ ഇപ്പോഴേ വന്നിട്ടുള്ളൂ. അപ്പൊ ഒരു ചാമ്പ്യൻസ് ലീഗ് ഗെയിം അവർ കളിച്ചറിയാം. 2 ഗോള് മേടിച്ചില്ലേ? ആരുടെ കൂടെ മേടിച്ച 2 ഗോള് സംതിങ് അല്ലേ? അല്ല, വേറൊരു കാര്യം, നമ്മുടെ പെർസ്പെക്റ്റീവില് വേറൊരു കാര്യം ചോദിക്കട്ടെ. നമ്മള് ഇപ്പോ ഗ്രൂപ്പില് പറയണുണ്ട്, നമ്മുടെ ചാമ്പ്യൻസ് ലീഗില് ടോപ്പ്
എയ്റ്റില് 5 പ്രീമിയർ ലീഗ് ക്ലബ്സ് വന്നു. അപ്പൊ നെക്സ്റ്റ് സീസണിൽ പ്രീമിയർ ലീഗിൽ നിന്ന് ടോപ്പ് 5 നേരെ CL-ലേക്ക് പോകുമെന്നുള്ള ഒരു കണ്ടു. അത് കോഎഫിഷ്യന്റ് അല്ലേ? എനിക്കറിയില്ല, അതിനെ കുറിച്ച് നോക്കണം. അത് ലാസ്റ്റ് സീസൺ അങ്ങനെ ആയിരുന്നല്ലോ, 5-6 കയറിയല്ലോ. അതെ അതെ അതെ. കോഎഫിഷ്യന്റ് അങ്ങനെ നോക്കിയിട്ടായിരിക്കും. അതെ, അതും ഒരു പോസിറ്റീവാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക്. പക്ഷെ നമ്മൾ ടോപ്പ് 3 എത്തും, അത് വേറെ കാര്യം. എനിവേ, ഇനി മറ്റു മാച്ചുകളൊക്കെ കണ്ടിരുന്നോ? ഒരേ സമയത്തായിരുന്നു, കാണാൻ പറ്റില്ല, ഹൈലൈറ്റ്സ് ഒക്കെ കണ്ടിരുന്നു. ലാസ്റ്റ് അതെ അതെ അത് ഗോള് കണ്ടിരുന്നു. ബെൻഫിക്കയുടെ കാണാൻ പറ്റിയിരുന്നു. അതെ, ബെൻഫിക്കയുടെ. അതെ 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 അതെ. മൊറീനിയോന്റെ അത് ഈ ഹൈറ്റ് ഇല്ലാത്ത അറ്റാക്കർ പ്ലെയറിനെ രണ്ടുപേരും ബാക്കിൽ നിർത്തിയിട്ട് ഹൈറ്റുള്ള കീപ്പറിനെ അങ്ങോട്ട് അയക്കാൻ ആ സമയത്ത് തോന്നണേ എന്താല്ലേ. അത് മാത്രല്ല, ഏതൊരു മാച്ച് റിവ്യൂല് ഇങ്ങനെ ഇങ്ങനെ മൊറീനിയോ ആകുമ്പോ പല കഥകൾ പറയുമല്ലോ. അപ്പൊ എല്ലാ മാച്ചും ഒരേ സമയത്താണല്ലോ. അപ്പോ ഈ മൊറീനിയോ മനഃപൂർവ്വം സെക്കൻഡ് ഹാഫ് തുടങ്ങാൻ ഒന്ന് ഡിലേ വരുത്തി. അപ്പൊ ഇത് അവസാനല്ലേ കഴിയുള്ളൂ. അപ്പോ മറ്റു മാച്ചുകള് തീർന്നു കഴിയുമ്പോ അറിയാൻ പറ്റും എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അതൊന്നും ശരിയാവില്ല. പക്ഷെ മൊറീനിയോ ആകുമ്പോ ഇങ്ങനെ പല കഥകള് ആൾക്കാർ പറയും. അപ്പൊ എന്തായാലും അത് വേറൊരു തമാശയും കൂടി ഉണ്ട് കേട്ടോ. ഈ ബെൻഫിക്ക റിയൽ മാഡ്രിഡ് മാച്ച് തന്നെയാണ് ഇപ്പൊ ഡ്രോയിൽ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ആ പ്ലേ ഓഫ് വീണ്ടും ഒരു റീമാച്ചാ വരാൻ പോണേ. എനിക്ക് തോന്നുന്നു ആർബലോവ കഷ്ടപ്പെടും. ആർബലോവ തന്നെയാണ് അപ്പോ മാനേജർ. പക്ഷെ എനിക്ക് ഫീൽ ചെയ്യണത് ചാമ്പ്യൻസ് ലീഗില് ഇത് ഈ മാച്ച് തോറ്റാൽ പുറത്താവൂല, ഈ സീസൺ ആകെ പ്രശ്നമാവും. ഓൾറെഡി മാനേജർ മാറേണ്ട വന്നു. എനിക്ക് തോന്നണത് ആ ഫെബ്രുവരി ഒക്കെയാണ്, ഫസ്റ്റ് വീക്കോ സെക്കൻഡ് വീക്കോ ഒക്കെയാണ് മാച്ച് നടക്കണമെന്ന് തോന്നുന്നു അല്ലെ. അപ്പൊ അതിനു മുമ്പ് തന്നെ പുതിയൊരു മാനേജർ അവിടെ റയൽ മാഡ്രിഡിൽ ഒരു പെർമനന്റ് മാനേജർ വന്നാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കാരണം ആർബലോവയെ വെച്ച് പറ്റുന്ന തോന്നണല്ലേ അവർക്ക് മൊറീനിയോനെ പൊട്ടിക്കാനൊക്കെ. മൊറീനിയോനെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു മാനേജറെ കൊണ്ടുവന്നാലും അത്ഭുതം പറയാൻ പറ്റില്ല. എനിവേ, മറ്റു മാച്ചുകള് റിസൾട്ട്സ് ഒക്കെ ഇൻട്രസ്റ്റിംഗ് ഉള്ളത് ഫീൽ ചെയ്തത്? മറ്റു മാച്ച് കാര്യമായിട്ട് എക്സ്പെക്ടഡ് റിസൾട്ട്സ് തന്നെയായിരുന്നു. ഒരു സർപ്രൈസിംഗ് ആയിട്ട് കാര്യമില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ സർപ്രൈസിംഗ് ആയിട്ടുള്ളത് ആർസണൽ 2 വാങ്ങി എന്നുള്ളതാണ്. ഈ ഏറ്റവും അവസാനം കിടക്കുന്ന ഒരു ടീമിന്റെ അടുത്ത് 2 വാങ്ങിയിരുന്നു. അല്ലാത്തതൊന്നും നോർമൽ. പ്രതീക്ഷിക്കാത്തൊരു ടീം ടോപ്പ് 8 വന്നിരുന്നു അല്ലെ, സ്പോർട്ടിംഗ്. ലാസ്റ്റ് സ്പോർട്ടിംഗ്. there is a rumor about Denzel Dumfries coming to Liverpool. ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് റൈറ്റ് ബാക്ക് ആയിട്ട് ഇന്റർ മിലാനിൽ കളിക്കുന്ന 29 വയസ്സുണ്ട്. ഒരു റൂമർ ഉണ്ട്. ഐ തിങ്ക് ഇറ്റ് ഡിപെൻഡ് ഓൺ സുദീപ് പറഞ്ഞ പോലെ ഈ ഫ്രിംപോങ്ങിന്റെ ഇഞ്ചുറിയുടെ എക്സ്റ്റെന്റോ റെസ്റ്റിന്റെ ഇതോ വെച്ചിട്ടായിരിക്കും. കാരണം ബ്രാഡ്ലി കുറച്ചു കാലത്തേക്ക് ഇല്ലാന്ന് ഏകദേശം ഉറപ്പാണ്. സോ സീസൺ ഔട്ട് ആണ്. സീസൺ അല്ല, അടുത്ത സീസൺ പകുതിയില്ല. അതെ അതെ. അപ്പോ മോസ്റ്റ്ലി പിന്നെ ചാമ്പ്യൻസ് ലീഗിന്റെ തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു ഇതുള്ളത്, നമ്മൾ ഒരു ടീമാണ് സർപ്രൈസിംഗ് ആയിട്ട് കയറി വന്നത്. കഴിഞ്ഞ 3 മാച്ചിൽ നന്നായിട്ട് പെർഫോം ചെയ്ത് ബോർഡോ. ആരും പ്രതീക്ഷിച്ചില്ല നെക്സ്റ്റ് റൗണ്ടിലേക്ക് കടക്കുന്നു വിചാരിച്ച ടീമായിരുന്നില്ല. അവര് ലാസ്റ്റ് 36 ഒക്കെ ആവുന്നു വിചാരിച്ച ടീമായിരുന്നു. പക്ഷെ സിറ്റിക്കെതിരെ അവര് ജയിക്കുകയും ചെയ്തു. അതിനു മുമ്പുള്ള മാച്ച് അവര് ഡ്രോ പിടിച്ചു. സിറ്റി, അത്ലറ്റിക്കോ, ഡോട്ട്മുണ്ട് അങ്ങനത്തെ എന്തോ അല്ലേ, 3 ടഫ് ടീമായിരുന്നു ലാസ്റ്റ് 3 ഗെയിംസ്. 3 ടഫ് ഗെയിംസ് അവര് 7 പോയിന്റ് എടുത്തിട്ടാണ് അവര് ഫൈനൽ ഇതില് കയറി വന്നത്. അതും ഒരു സർപ്രൈസിങ് സ്റ്റോറിയായി. അപ്പോ ഈ ഫോർമാറ്റിൽ, അതായത് ഞാൻ പറഞ്ഞ ഈ ഫോർമാറ്റ് പലർക്കും ഇഷ്ടമല്ല, അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. പക്ഷെ ചില ടീമുകൾ, വീക്കായിട്ടുള്ള ടീംസ് ഉൾപ്പെടെ അങ്ങനെയുള്ള ടീംസ് പോലും അടുത്ത റൗണ്ടിലേക്ക് കടക്കുന്ന ഒരു സ്ഥിതി നമ്മൾ കണ്ടു. ചില ടീമുകൾ പുറത്തായി, മാൾസ് പുറത്തായി, അയാക്സ് കുറച്ചും കൂടി ബെറ്റർ ആവണമെങ്കിൽ ഇംഗ്ലീഷ് ടീംസ് ഷുഡ് ബി പ്ലേയിങ്. ഈ നാഷണൽ ഇതുണ്ടാവാൻ പാടില്ല ഈ ഗ്രൂപ്പ്സിൽ. ഇംഗ്ലീഷ് ടീം ഷുഡ് ബി ഏബിൾ ടു പ്ലേ ഇംഗ്ലീഷ് ടീംസ്. കാരണം ഇംഗ്ലീഷ് ടീംസ് കിട്ടാത്തത് കൊണ്ട് ഇറ്റ് ബിക്കംസ് വെരി ഈസി ഇൻ ഗ്രൂപ്പ് സ്റ്റേജ്. ഇപ്പൊ ഇഫ് വി ഹാഡ് ടു പ്ലേ ആർസണൽ ഓർ സിറ്റി ഇൻ ഗ്രൂപ്പ് സ്റ്റേജ് ഇറ്റ് സെൽഫ്, അപ്പോൾ കുറച്ചും കൂടി കോമ്പറ്റീറ്റീവ് ആവും. മറ്റു ടീമുകൾക്ക് ഇതിപ്പോ ഇംഗ്ലീഷിലെ ഒരു 6 ടീമിന്റെ പട വന്നിട്ട് ബാക്കി എല്ലാരെയും തോപ്പിച്ച്
അങ്ങ് കേറി പോകുന്ന ഒരു ഫീലാ കിട്ടും. ഇംഗ്ലീഷ് ടീമിനെതിരെ കളിക്കുന്ന അനുബന്ധമാ. ബാക്കിയുള്ള അങ്ങനെ ലീഗ് ടീം റൂൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നില്ലല്ലോ. അത് അല്ല, ചാമ്പ്യൻസ് പക്ഷെ ലീഗ് അവരുടെ അങ്ങനെ റൂള്. പോയിട്ട് കുറവാണ്, അവരുടെ ക്വാളിറ്റി കുറവാണ്. നല്ല 6 ടീംസ് വേറെ ടീംസ് ആയിട്ട് അവര് ഈച്ച് അതർ കളിച്ചില്ലെങ്കിൽ ഈ 6 ടീമും മിക്കവാറും ക്വാളിഫൈ ആവും. നമ്മളതാ പറഞ്ഞത്. സംഭവം പ്രീമിയർ ലീഗ് ഫുട്ബോളിന്റെ എവല്യൂഷൻ ആണ്. ഓരോരോ ലീഗിന്റെ സ്റ്റാൻഡേർഡ് അങ്ങനെ മാറി മാറി വരുന്നത്. അപ്പോ പ്രീമിയർ ലീഗ് അതിനിപ്പോ ഡോമിനേറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. സോ ദേ വിൽ സ്റ്റിക്ക് ടു ദെയർ റൂൾസ്. എന്തായാലും റൗണ്ട് ഓഫ് 16 കഴിഞ്ഞിട്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഈ ഫോർമാറ്റിൽ ഇറ്റ് ബിക്കംസ് വെരി ഈസി ഫോർ, ഇതിലൊരു മെയിൻ സാധനം ഹോം ആൻഡ് അവേ ഇല്ല. സോ വൺ ഓഫ് ഗെയിം അല്ലേ. ഇപ്പൊ നമ്മൾ ഇത്തവണ മെഡ്രിഡിനെ തോപ്പിച്ചു, പക്ഷെ നമ്മൾ അവിടെ പോകുന്നില്ലല്ലോ. അവിടെ ഒരുപാട് ഈ ഡ്രോ ബിക്കംസ് വെരി ഫേവറബിൾ ടു ടീംസ് വിച്ച് അങ്ങനെ വരുമ്പോ ലൈക്ക് ഇറ്റ്സ് ഫെയർ ടു പ്ലേ പ്രീമിയർ ലീഗ് ഗെയിംസ് ഇൻ ദ. അതെ അതെ അതെ. അപ്പൊ നമുക്ക് വേണ്ടത് ഈ ഫോർമാറ്റിന്റെ പ്രശ്നം എന്താ വെച്ചാല് ബിഗ് ഗെയിംസ് കുറെ ഉണ്ട്, പക്ഷെ ഇമ്പാക്ട് കുറവാ. എങ്ങനെ വന്നാലും 24 ടീം ക്വാളിഫൈ ആവുകയാണെങ്കിൽ ഇൻ ദി എൻഡ് ഇറ്റ് ഡസന്റ് മാറ്റർ. എനിവേ, നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. നമ്മൾ ഇന്ന് വേറെ കുറെ കാര്യം പറഞ്ഞു. ഇറ്റ്സ് എ മാച്ച് ഓഫ് ദ വീക്ക്, ലിവർപൂൾ വേഴ്സസ് ന്യൂകാസിൽ. അവേ നമ്മൾ എങ്ങനെയോ ജയിച്ചതാണ്. റിയോ എങ്കുമോഹയുടെ ലാസ്റ്റ് ഗോൾ. ഇഞ്ചുറി ഒരുപാടുണ്ട്, 2 ടീമിനും ഉണ്ട്. അവർക്കും ഉണ്ട് കുറച്ച് ഇഞ്ചുറീസ് എന്ന് തോന്നുന്നു. എന്താണ് എക്സ്പെക്ടേഷൻ? ഹു ആർ ഗോയിങ് ടു പ്ലേ എന്ന് ചോദിക്കുന്നതിൽ കാര്യമില്ല. ഹു എവർ ഫിറ്റ് പ്ലേസ്. പക്ഷെ നമുക്ക് കാരബാഗിന്റെ മാച്ച് ഉള്ളത് കൊണ്ട് കുറച്ച് ടീംസിനെ, കുറച്ച് പ്ലേയേഴ്സിനെ റെസ്റ്റ് കൊടുക്കാൻ പറ്റി. അതായത് 70 മിനിറ്റ്സിലും 65 മിനിറ്റ്സിലും വി വർ ഏബിൾ ടു റെസ്റ്റ് സൊബോസ്ലൈ, എക്കിറ്റിക്കെ, വേർഡ്സ്. സല 90 മിനിറ്റ്സ് കളിച്ചു. അപ്പോ എന്താണ് ഗണേശ? ഹോം ഗെയിം ആണ്. റൈറ്റ് ബാക്ക് സൊബോസ്ലൈ കളിക്കും ഉറപ്പായിട്ട്. കർട്ടിസ് ജോൺസ് തിരിച്ചു വന്നു, ഈസ് ബാക്ക് ആൻഡ് ഫിറ്റ്. കൊനാട്ടെ വന്നു. പേഴ്സണൽ റീസൺസ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാം ശരിയായിട്ട് ആള് വന്നിട്ടുണ്ട്. അപ്പോൾ സെൻട്രൽ ബാക്ക് ഇഷ്യൂസ് റിസോൾവ് ചെയ്തിട്ടുണ്ട്. ഗ്രാവൻബർച്ച് അവന്റെ പഴയ പൊസിഷനിൽ കളിക്കാൻ പറ്റും. സോ കർക്കസ് ഓർ റോബർട്ട്സൺ വിൽ പ്ലേ ദെയർ. ദാറ്റ് വിൽ ബി ഫൈൻ. സോ നമുക്ക് ഇഞ്ചറി പറയുന്ന പോലെ ന്യൂകാസിൽ അതുപോലെ ഉണ്ട്. പക്ഷെ ട്രിപ്പിയർ വന്നിട്ടുണ്ട്, ലൂയിസ് ഹോൾ ഉണ്ട്. അവരുടെ ഡിഫൻസ് ഒക്കെ എല്ലാവരും കൈൻഡ് ഓഫ് ഫിറ്റ് ആണ്. പിന്നെ ദേ ആർ ഇൻ എ ഗുഡ് ഫോം. ചാമ്പ്യൻസ് ലീഗ് PSG നന്നായിട്ട് കളിച്ചു. സോ ഞാനും വിചാരിച്ചു സ്ലോട്ട് ഈ ന്യൂകാസിൽ പ്രസറിന് ന്യൂകാസിൽ PSG ഗെയിമിനെ കുറിച്ച് പറയുമെന്ന് വിചാരിച്ചു. ഇപ്രാവശ്യം ഒന്നും PSG കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. സോ നമ്മള് മര്യാദക്ക് കളിക്കാൻ പറ്റിയ ഹോം ഗെയിം ആണ്. സോ ഐ സോ ട്രേ നിയോണിനെ കളിപ്പിച്ചത് എത്രത്തോളം ഗെയിം മാനേജ്മെന്റിന് ഉപകരിക്കുന്നു നമുക്ക് കളി കണ്ടപ്പോ മനസ്സിലായി. ബോള് നല്ലോണം ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ലൈന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു എന്താ പറയാ, അൺപ്രഡിക്റ്റബിൾ റേഞ്ച് ഓഫ് പാസിങ് എന്ന് വേണം പറയാൻ. എങ്ങോട്ട് പാസ് ചെയ്യുന്ന അറിയില്ല. സോ ആ മറ്റേ കിയേസയുടെ ഗോളിനാണ് തോന്നുന്നു സാലയ്ക്ക് കൊടുത്ത പാസ്. നൈസ് പാസ്. സോ അങ്ങനെ വരുമ്പോ അങ്ങനെ ഒരു ക്രിയേറ്റീവ്, അതായത് ചെറുപ്പക്കാര്, നമ്മളിപ്പോ വയസ്സന്മാര്, ഞാൻ പോലും കളിക്കാൻ പോകുമ്പോൾ അവിടെ 22, 23 വയസ്സായ പിള്ളേര് വന്ന് നമ്മളെ ഇട്ട് കറക്കും. സോ അവർക്ക് ഈ പുതിയ കാര്യങ്ങളൊക്കെ അറിയാം, എജിലിറ്റി ഉണ്ടാവും. സോ ഒരു യങ് ടാലന്റിനെ കളിപ്പിക്കുന്നത് നല്ലതാണ്. സോ ഷുഡ് ഗീവ് മോർ ചാൻസസ് ഫോർ നിയോണി. ഞാൻ ആ ഗെയിം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതായത് ഈ പാസിംഗ് പാറ്റേണും കുറെ 1-2s ട്രയാങ്കിൾസ് ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കളി കാണാൻ. സോ ഇറ്റ്സ് ബെറ്റർ. ഒരു ഡൗട്ട്, നിയോണി ന്യൂകാസലിനെതിരെ വേണോ? അല്ല, ഞാനെന്താ പറയണേ, ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന കുറിച്ചല്ല പറയുന്നത്. ഈ മിഡ്ഫീൽഡിലേക്ക് വരുന്ന ഈ എന്താ പറയാ, ഗെയിം ബേർഡ് എന്നൊക്കെ പറയില്ലേ, എന്തായാലും എല്ലാ കളിയും കളിച്ച് തന്നെ ആവണം. ഏകദേശം നമ്മൾ കളിച്ച് റിസൾട്ട് സീൽ ചെയ്യുമ്പോൾ ആളെ ഇറക്കി വിടാവുന്നത് നല്ലതാണ്. മേ ബി 70 മിനിറ്റ്സിൽ പോലും ഇറക്കി വിടാൻ
ഗെയിം മാനേജ്മെന്റ് ആണ് ഇഷ്യൂ ആണെങ്കിൽ ആളെ ഇറക്കിയാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും നല്ല സീസണിൽ പക്ഷെ game നമുക്ക് control അങ്ങനെ ഉണ്ട്. ഗെയിംസ് ഉണ്ടോ? ഏ? ഈ സീസണിൽ പക്ഷെ നമുക്ക് ഗെയിം ഉണ്ടോ നമ്മളെ ലീഡ് ചെയ്തിട്ട് മാനേജ് ചെയ്യണം എന്നൊക്കെ പറയാന്? ഞാനതാ പറയുന്നത്. നമ്മള് ഗെയിം ഇപ്പൊ കാരബാഗ് ചാമ്പ്യൻസ് ലീഗ് ആയിക്കോട്ടെ കുഴപ്പമില്ല, പക്ഷെ നമ്മൾ കളിക്കുന്നുണ്ട്. അതായത് ഫൈനൽ തേർഡിലുള്ള കൺവേർഷൻ ആണ് നമ്മുടെ ഏറ്റവും വലിയ ഇഷ്യൂ. നമ്മൾ മര്യാദ കളിക്കുന്നൊക്കെ ഉണ്ട്. സോ ആ ഒരു ഗെയിം മാനേജ്മെന്റ്, നമ്മൾ ബോൾ മിഡ്ഫീൽഡിൽ തന്നെ വിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, നമ്മൾ ലോട്ട് ഓഫ് 2-3 ടാക്കിൾ കണ്ടു, ആളുടെ സ്ലൈഡിങ് ടാക്കിൾ കണ്ടിട്ടായിരുന്നു. നമ്മളെ മിഡ്ഫീൽഡിൽ ആരാ അത് ചെയ്യുന്നത്? ആരും ചെയ്യുന്നില്ല. പിള്ളേരാകുമ്പോൾ അതിന്റെ റിസ്ക് എടുത്ത് കളിക്കും. നമുക്ക് ഇവര് ബാക്കിയുള്ളവർ ടാക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇഞ്ചുറി ആയി വേൾഡ് കപ്പ് പോയി എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ആലോചിക്കുന്ന ആൾക്കാരുണ്ട്. സോ അത് നോക്കുമ്പോ പിള്ളേരെ ഇറക്കി വിടണതാണ് നല്ലത്. സോ ദേ വിൽ ഡെഫിനറ്റ്ലി മാനേജ് ദ ഗെയിം ബെറ്റർ. സോ ഐ വുഡ് സജസ്റ്റ് ലൈക്ക് ഒരു 20 മിനിറ്റ്സ് ഒക്കെ നിയോണിക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കളി കാണാൻ. എല്ലാവരും തിരിച്ചു വന്നു, സെന്റർ ബാക്ക് തിരിച്ചു വന്നു, അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. കൊറാട്ടെ വന്നു. പിന്നെ അതില് രസകരമായ ഒരു കമന്റ്, ഹെക്കിറ്റിക്കയുടെ കമന്റ് ഗുവേഹി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രാവൻ ബർച്ചിന്റെ പോസ്റ്റില്. ഗ്രാവൻ ബർച്ച് അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അതൊരു നല്ലൊരു രസകരമായ കമന്റ് ആയിരുന്നു. സോ ഹാപ്പി ദാറ്റ് പ്ലേയേഴ്സ് ആർ ബാക്ക്, ബട്ട് ഇഞ്ചറി ഇഷ്യൂസ് ഇപ്പോഴും ഉണ്ട്. കാൽവിൻ റാംസി ബാക്കപ്പ് ആയിരിക്കും. ഹോപ്പ് ഹി ഗെറ്റ് സം പ്രീമിയർ ലീഗ് മിനിറ്റ്സ്. വേറൊരു അഡ്വാൻറ്റേജ് ഈ മാച്ചിന്റെ, അതായത് ഇറ്റ്സ് അറ്റ് 1:30, ദാറ്റ് ഈസ് ഒരു 8 PM കിക്ക് ഓഫ് ആണ്. 7 PM അല്ലേ? 7 PM കിക്ക് ഓഫ് ആണ് ബ്രിട്ടനിൽ. സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് അല്ല, ഇറ്റ്സ് ദ സെയിം ടൈം ഓഫ് എ ചാമ്പ്യൻസ് ലീഗ് ഗെയിം. സോ ആൻഫീൽഡ് അണ്ടർ ദ ലൈറ്റ്സ്, നമുക്ക് ആ ഒരു അഡ്വാൻറ്റേജ് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റണം. കാരണം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ക്രൗഡ് ഓൾസോ. ഒരുപാട് ഡൗട്ടേഴ്സ് ഉണ്ട്, ഒരുപാട് പേർക്ക് സ്ലോട്ടിനെ പറ്റുന്നില്ല, ഒരുപാട് പേർക്ക് സ്ക്വാഡ് ഹാപ്പി അല്ല. ബട്ട് ഐ തിങ്ക് ഓൺ ദ മാച്ച് ഡേ, ഇഫ് എവറിബഡി ക്യാൻ ക്രിയേറ്റ് എൻ അറ്റ്മോസ്ഫിയർ ആസ് എ പ്രീകർസർ ടു അവർ ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിൻ നോക്കൌട്ട്സിന്, നമുക്ക് ഒരു പോസിറ്റീവില് ആ മാച്ച് പറഞ്ഞോ ഗണേഷ്. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ലൈക്ക് ന്യൂ കാസില് കിറ്റിക്കിനെ സൈൻ ചെയ്യാൻ വേണ്ടി നിന്നായിരുന്നു കുറെ വർഷം, 2 വർഷമായിട്ട്. സോ കിറ്റിക്ക് നമ്മുടെ ഹോമില് ഒരു ഷോമാനായിട്ട് കാണിച്ചു കൊടുക്കാനുള്ള ഒരു അവസരമാണ്. വാട്ട് ഹീസ് കേപ്പബിൾ ഓഫ് എന്ന് പറഞ്ഞിട്ട് ന്യൂ കാസിൽ ഫാൻസിന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ഹോപ്പ് ഹി ടേൺസ് ഔട്ട്. ഇസാക്കിന്റെ സൈനിങ് ആയാലും ആരെങ്കിലും ആയിട്ടൊരു ന്യൂ കാസിൽ ഫാൻസ് എങ്ങാനും മൂവ് ചെയ്യാൻ തുടങ്ങിയാല് that could get the crowd up. നമ്മൾ പണ്ട് ആർസണൽ ഗെയിം ആയിരുന്നില്ലേ, ഷാക്ക ട്രെൻഡിനെ പോയി ഒന്നിടാൻ നോക്കിയത്. സോ ആ കൈൻഡ് ഓഫ് ഒരു അറ്റ്മോസ്ഫിയർ വന്നാൽ the entire crowd will go up. വേറൊരു പോസിറ്റീവ് is that Wirtz in the last 9 games has scored 5 goals. He is ready, he is settled, and he is looking like the player that we signed. Continue. ചില ഗ്രൂപ്പുകളിലെ ഇത് പറഞ്ഞപ്പോഴാ ചില ഫോട്ടോസ് ഒക്കെ വീണ്ടും ഷെയർ ചെയ്യാൻ തുടങ്ങി, പഴയ കാര്യങ്ങൾ വെച്ചിട്ട്. പഴയ 2 പ്ലേയേഴ്സിനെ കമ്പയർ ചെയ്തിട്ട് കണ്ടിരുന്നു. ജെറാഡ് ടോറസ്, അതുപോലെ തന്നെയാണ് വേർഡ്സ്, എക്കിറ്റിക്കെ എന്ന് പറഞ്ഞിട്ട് ചില പോസ്റ്റുകളൊക്കെ വരുന്നത്. അത് കുറച്ച് നേരത്തെ ആയി പോയി അത് ഇടാൻ. എന്നാലും അവരുടെ ഒരു വൈബ് കണ്ടിട്ട് ഇവര് ടോറസിന് ജെറാഡ് കോമ്പിനേഷനെ കടത്തി വെട്ടുന്ന രീതിയിലേക്ക് വരുന്ന എനിക്ക് തോന്നുന്നു. 2 യങ് പ്ലേയേഴ്സ് ആണല്ലോ, അത്രേ ആയിട്ടുള്ളൂ. അപ്പോ അല്ലേ, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. വൈബാണ്. ജെറാഡ് സോബോസ്ലൈ സിംഗിൾ ഹാൻഡഡ്ലി പാവുന്നത് ചിലപ്പോ ആ ഒരു പെനാൽറ്റി ഗോൾ ആയിരുന്നെങ്കിൽ വൺ ദാറ്റ് ഗെയിം ഓൾസോ. അതെ. ഈ വേർഡ്സിന്റെ ഇപ്പൊ ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം ഇപ്പൊ ഒരെണ്ണം വന്നായിരുന്നു, ഞാൻ വായിച്ചതാ. ജസ്റ്റ് വേർഡ്സ് ആദ്യം ഈ പറഞ്ഞ പോലെ വന്ന സമയത്ത് ഒന്ന് സ്ട്രഗിൾ ചെയ്തായിരുന്നു. അപ്പോ കുറച്ചൊരു ചെറിയൊരു പ്രഷർ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ള ഇപ്പൊ റിവീൽ ചെയ്തു. പക്ഷെ അത് ശരിയാവും എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. അതിപ്പോ ക്ലിക്ക് ആവാൻ തുടങ്ങി. ഗോളും അസിസ്റ്റും ഒക്കെ വന്നു തുടങ്ങിയപ്പോ ആദ്യം നേരത്തെയും ചാൻസ് ക്രിയേറ്റ് ചെയ്യണ്ടായിരുന്നു. ഒരുപാട് സ്ഥലം മിസ് ചെയ്ത് കളഞ്ഞ ചാൻസുകൾ തന്നെ എത്ര ഉണ്ടായിരുന്നു. അതൊക്കെ ആ കോൺഫിഡൻസിന് അപ്പം എഫക്ട് ചെയ്തെങ്കിൽ ഇപ്പൊ നല്ല കോൺഫിഡന്റ് പ്ലെയർ ആയിട്ട് നന്നായിട്ട് ബോക്സിൽ കയറി വന്നാലും ഷൂട്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നത്. കഴിഞ്ഞ കളി പറഞ്ഞാൽ ഷൂട്ട് ചെയ്തില്ല, എന്നാലും ഷൂട്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അത്
മൊത്തത്തിൽ ടീമിനെ ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു അറ്റാക്കിങ് ഇതിൽ. ഈ കോമ്പിനേഷനിൽ നമ്മൾ ആ ഫൈനൽ തേർഡിലുള്ള പ്രശ്നങ്ങളൊന്ന് സോൾവ് ചെയ്യാൻ ഇതും കൂടിയൊക്കെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് നോക്കാം. ഇനിയിപ്പോ എന്റെ ഒരു പ്രശ്നം ഇനിയിപ്പോ സല 2 കളിയായിട്ട് കളിച്ചു, സല ഫോർവേഡ് ആയിട്ട് കളിച്ചു, വിങ്ങറായിട്ട് കളിക്കുമ്പോൾ സലയ്ക്ക് പ്രശ്നങ്ങളുണ്ട് ഇപ്പോഴും. മറ്റേ പ്ലെയറിനെ ബീറ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ പ്രശ്നങ്ങളുണ്ട്. ട്രിപ്പിയർ ആയിട്ടല്ലേ വരിക സലയ്ക്ക്? ഡാൻ ബേൺ, അല്ലല്ലേ അല്ല. ഡാൻ ബേൺ, ലൂയിസ് വാ. എനിക്ക് സോ അതെ അതെ ഇപ്പൊ ക്രിസ് പറഞ്ഞല്ലോ, സല പ്രശ്നമായിരിക്കും. സലയെ ഈ പറഞ്ഞ പോലെ സ്ലോട്ട് ഇന്റർവ്യൂവിന് ഇങ്ങനെ പറയുന്നുണ്ട്, സലയെ കുറച്ചുകൂടി ബെറ്റർ പൊസിഷനിൽ എത്തിക്കണം എന്ന് പലതവണ എടുത്തെടുത്ത് പറയുന്നുണ്ട്. അതായത് വിങ്ങറായിട്ടുള്ള പൊസിഷനിലല്ല സല കളിക്കേണ്ടത്, സലയെ കൂടുതലും ബോക്സിന്റെ അടുത്തേക്കുള്ള അതിലേക്ക്. അപ്പൊ എനിക്ക് തോന്നുന്നത് വീണ്ടും ആ ഒരു 2 അപ്പ് ഫ്രണ്ടില് സലയെ കൊണ്ടുവരാനുള്ള ഐഡിയ തന്നെയാണ് ഇപ്പോഴും. ഗാക്പോ ഇറങ്ങി ആ അറ്റാക്കിംഗ് 2-ല് വന്ന് ഒരു സ്ഥലത്ത് ബേർഡ്സ് റൈറ്റിൽ അങ്ങനെ ആവാനുള്ള സാധ്യതയാണ് എനിക്ക് ഫീൽ ചെയ്യണത്. അങ്ങനെ ആയാലേ കാര്യമുള്ളൂ എന്നുള്ളത് തോന്നലുണ്ട്. എന്നാലും ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് ഇപ്പൊ മിഡ്ഫീൽഡിൽ 2 പേരും മതിയും. ഒരാള് സപ്പോസ്ലെ അവിടെ റൈറ്റ് ബാക്ക് ആയിട്ട് കളിക്കാനും പറ്റും. അപ്പൊ അങ്ങനെ രീതിയിൽ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു സ്റ്റൈലിലായിരിക്കും നമ്മളെ അപ്രോച്ച് പോവാൻ സാധ്യത. ഈ ന്യൂ കാസ്റ്റലിന്റെ നമ്മുടെ പോലെയൊക്കെ അല്ല അവര് ജയിക്കും തോക്കും. അവര് നല്ല ഫോമിലായെന്ന് തോന്നുന്ന സമയത്ത് അവര് തോക്കാറുണ്ട്. അതുപോലെ തോക്കുന്ന ഒരു മാച്ച് ആയിരിക്കും അടുത്ത ദിവസം ഉണ്ടാവാൻ പോടെ എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിവേ അവരുടെ അറ്റാക്കിംഗ് കുറച്ച് വ്യത്യാസം വന്നു. നമ്മൾ അന്ന് കളിച്ച കുറച്ചും കൂടി ഫിസിക്കലായിട്ടുള്ള വിസയാണ് ഇപ്പോ അവരുടെ സ്ട്രൈക്കറിൽ മെയിൻ ആയിട്ട് വന്നത്. അന്ന് വോൾട്ട്മേഡ ആയിരുന്നല്ലോ. വോൾട്ട്മേഡ ഇപ്പോ ചിലപ്പോ ബെഞ്ചിൽ നിന്ന് വരും, ചിലപ്പോ 2 അപ്പ് ഫ്രണ്ടില് ആള് കളിക്കാറുണ്ട്. പക്ഷെ വിസ ആയിരിക്കും. പക്ഷെ വിസ ഡീൽ ചെയ്യാൻ വിവിഡിയും കൊണാട്ടിയും നന്നായിട്ട് കോൺസെൻട്രേഷൻ കീപ്പ് ചെയ്ത് കളിക്കുകയാണെങ്കിൽ പറ്റും. പക്ഷെ വിവിഡിയെ എപ്പോഴും പേടിയാണ്. വിവിഡി കൺസിസ്റ്റന്റ് അല്ലാണ്ട് ആയിട്ട് ആ ഒരു പേടി മാത്രം ഫീൽ ചെയ്യുന്നുണ്ട്. എനിവേ നമ്മൾ ഈ പറഞ്ഞ പോലെ ചാമ്പ്യൻസ് ലീഗ് അറ്റ്മോസ്ഫിയറിൽ മാച്ച് കളിച്ച് ജയിക്കും എന്നുള്ളത് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഇതിൽ ഒരു കാര്യം ക്രിസ് കുറച്ച് മുന്നേ പറഞ്ഞല്ലോ, വേർഡ്സ് ഫൈനലി അറൈവ്ഡ് കഴിഞ്ഞ ഒരു 9 കളി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഈ ഒരു 9 ഗെയിംസ് എന്ന് പറയുന്ന സ്ട്രെച്ചിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട്, വേർഡ്സ് ആക്ച്വലി ഹാസ് സ്റ്റാർട്ടഡ് സ്കോറിംഗ് ഗോൾസ്. പക്ഷെ വേർഡ്സിന് ആ ഒരു ഫ്രീഡം കിട്ടി തുടങ്ങിയത് മെക്കാലിസ്റ്റർ കളിക്കാൻ തുടങ്ങിയതിന് ശേഷം. സോ ബേസിക്കലി മെക്കാലിസ്റ്റർ ബാക്കിൽ വന്ന മെക്കാലിസ്റ്റർ ഗ്രേവി ആ ഒരു കോംബോ വന്ന സമയം മുതൽ ഫ്രണ്ട് ഒരു അതിന് മുന്നേ കളിക്കുന്ന സോബോസ്ലെ ആയാലും ബേർഡ്സ് ആയാലും ദേ ആർ ഗെറ്റിംഗ് എൻറ്റയർ ഫ്രീഡം. അവർക്ക് എന്തും ചെയ്യാമെന്നുള്ളൊരു ഒരു ഫ്രീഡം കിട്ടുന്നത് കൊണ്ട് ഉള്ള ചേഞ്ചസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലതും. നമ്മുടെ ഈ സീസൺ തുടങ്ങുമ്പോൾ നമ്മുടെ പല പോഡ്കാസ്റ്റിലും തന്നെ പറഞ്ഞിട്ടുണ്ട് മെക്കാലിസ്റ്റർ എന്താ കളിക്കുന്നത്, എന്തിനാ ഇങ്ങനെ കളിക്കുന്നതൊക്കെ. ആ ഒരു മൂഡ് ചേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് റിസൾട്ട്സ് എന്താ പറയാ ഫേവറബിൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പെർഫോമൻസ് നന്നാവാൻ തുടങ്ങി. നമ്മുടെ ഈ കഴിഞ്ഞ ബോൺമൗത്ത് ലോസ് ആയാലും അതിന് മുന്നേയുള്ള 2-3 ഡ്രോ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും അവർ പെർഫോമൻസ് വാസ് വേ ബെറ്റർ ദാൻ ഏർലിയർ ടൈംസ് ഈ സീസണിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അതിലുള്ള ഒരു ബിഗ് ഇമ്പാക്ട് ആക്ച്വലി മെക്കാലിസ്റ്ററിന്റെ ഫോമാണ്. അപ്പൊ അത് കിട്ടുന്നതിനനുസരിച്ച് വി ആർ ഗോയിങ് അപ്പ് ഫ്രണ്ട്. എല്ലാവർക്കും ആ ഒരു കോൺഫിഡൻസ് വരുന്നുണ്ട്. ഇനി ആ ഫ്രണ്ട് ടു കൂടി ഒന്ന് സ്കോർ ചെയ്യാൻ തുടങ്ങിയാൽ വിൽ ആക്ച്വലി സ്റ്റാർട്ട് ഫീലിംഗ് കംഫർട്ടബിൾ വിന്നിങ് തിങ്സ്. ആ ഗോളും കൂടി വരണം ഇനി. എന്താണ് പ്രഡിക്ഷൻസ്? 3-1 ലിവർപൂൾ. 2-2 ഡ്രോ ആണ്. 3-0 വിൻ. കൺസീഡ് ചെയ്യില്ല, ഗോൾ കൺസീഡ് ചെയ്യില്ല. 2-0 ഇവിടുന്ന് അങ്ങോട്ടോ അവിടെ ഇങ്ങോട്ടോ 2-0. എനിവേ ഐ തിങ്ക് ഇനി ലിവർപൂൾ ഗെയിംസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇറ്റ് ഹാസ് ടു ബി റെഡ് ഇൻ കൺജങ്ഷൻ വിത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ന്യൂകാസൽ ഓൾസോ, സ്പേഴ്സ് ആൻഡ് ചെൽസി predominantly. തൽക്കാലത്തേക്ക് നമുക്ക് ആസ്റ്റൺ വില്ലേനും സിറ്റി അങ്ങ് വെറുതെ വിടാം, ആർസണലിന്റെ കൂടെ ആയിക്കോട്ടെ അവർ. അപ്പോ യുണൈറ്റഡ് ആർ പ്ലേയിങ് ഫുൾഹാം ആഫ്റ്റർ ബീറ്റിംഗ് City and Arsenal, the best 2 teams in the league this season. എന്താണ് ഫുൾഹാം മാച്ച്? ഐഡിയലി ബൈ ഫോം യുണൈറ്റഡ് ഷുഡ് വിൻ. ഹോം ആണ്,
ക്രൗഡ് വിൽ ബി അപ്പ് ആൻഡ് റണ്ണിങ്? എന്താണ്? ഫുൾഹാമിന്റെ പ്ലേയേഴ്സ് ഒക്കെ വന്നില്ലേ? ലൈക്ക് ഇവോബി വന്നു, ബാസി വന്നു, ഇവോബി വന്നു. ബാസി വന്നു, ദേ ഹാവ് സൈൻഡ് ഓസ്കർ ബോബ്, വിൽസൺ ഉണ്ട്. ഇറ്റ് വിൽ ബി എ ഗുഡ് ഗെയിം. എനിക്ക് എന്തായാലും പ്രഡിക്ട് ചെയ്യാൻ തോന്നണില്ല. ഐ ഡോണ്ട് തിങ്ക് ലൈക്ക് ദേ വോൺ അഗേൻസ്റ്റ് ലൈക്ക് ആർസണൽ ആൻഡ് സിറ്റി. അതും ഓക്കെ, അത് വെച്ച് ഞാൻ നോക്കുന്നില്ല. കാരണം രണ്ട് ടീമിനും ജയിക്കേണ്ട അവസ്ഥയായിരുന്നു. സോ ഫുൾഹാം കൺസർവേറ്റീവ് ആയിട്ട് കളിച്ച് സമയം കിട്ടുമ്പോൾ, അതായത് ആ ഒരു സിറ്റുവേഷൻ നോക്കിയിട്ട് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾഹാമിന് ജയിക്കാനുള്ള സാധ്യതയുണ്ട്. ബാക്കി രണ്ടുപേർക്കും മസ്റ്റ് വിൻ ഗെയിം ആയതുകൊണ്ടാണ് മിസ്റ്റേക്സ് വരുന്നത്. ഓപ്പൺ ഗെയിം കളിച്ച് അതിൽ ഗോൾ വരാൻ സാധ്യത വന്നത്. അപ്പോ ഇത് ഫുൾഹാമിന് അങ്ങനെ മസ്റ്റ് വിൻ ഗെയിം ഒന്നും അല്ലല്ലോ. സോ ദേ മൈറ്റ് ലൈക്ക് കൺസർവേറ്റീവ് ആയിട്ട് ആദ്യം കളിച്ചിട്ട് വല്ല കൗണ്ടർ അടിക്കാനോ മറ്റേ ആയിരിക്കും പ്ലാൻ. മേ ബി ദേ ആർ ഓൾസോ ഗുഡ് ഇൻ സെറ്റ് പീസ്. ഓസ്കർ ബോബ് ഡെഫിനറ്റ്ലി എന്തായാലും ഇംപ്രൂവ് ചെയ്യും, ഉറപ്പാണ്. വി നോ വാട്ട് വി ക്യാൻ ഡു. നമ്മൾ കളി കണ്ടതാണ്. ന്യൂകാസിലിന്റെ എതിരെ ഒരു ലാസ്റ്റ് അവർ ലീഗ് അടിക്കുന്ന സമയത്ത് ഒരു വിന്നർ നമ്മൾ കണ്ടതാണ്. സോ നല്ല ഗെയിം ആയിരിക്കും. സോ ഞാനൊന്നും പ്രഡിക്ട് ചെയ്യുന്നില്ല. മേ ബി ഇറ്റ് വിൽ ബി ടൈറ്റ് കോൾ. ഡ്രോ ആണെന്ന് പറയില്ല, ആരെങ്കിലും ഒരാൾ ജയിക്കും. ബട്ട് ഐ എം സ്ലൈറ്റ്ലി ടുവേർഡ്സ് ഫുൾഹാം. ആക്ച്വലി ഫുൾഹാം ജയിക്കും. എനിക്കും അതാ ഫുൾഹാം ജയിക്കുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം യുണൈറ്റഡ് ഇപ്പൊ കാരക്കിന്റെ കീഴിൽ ആ 2 മാച്ച് അത് ജയിച്ച് ഒക്കെ എങ്ങനെ നിൽക്കുകയാണ്. അപ്പോ അതിപ്പോ മനസ്സിലായി തുടങ്ങി എങ്ങനെയാ അവർ കളിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് മനസ്സിലായി തുടങ്ങി. അത് കൗണ്ടർ ചെയ്യാൻ പറ്റും ഫുൾഹാമില്. പ്രത്യേകിച്ച് എനിക്ക് ഫുൾഹാം കുറച്ചുകൂടി അവരുടെ ആഫ്കോൺ കഴിഞ്ഞ പ്ലേയേഴ്സും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി ഇതായി. പക്ഷെ ഓസ്കാർ ബോബ് ഇഞ്ചേർഡ് ആണ്. എനിക്ക് FPL കണ്ടത് അങ്ങനെയാണ്. ഫാന്റസി എടുക്കാൻ നോക്കിയപ്പോ ഇഞ്ചറി ഉണ്ട്. എന്നാലും അവർക്ക് കുഴപ്പമില്ല. ചക്വസി വന്നിട്ടുണ്ട്. ചക്വസി വന്ന് സബായിട്ട് വന്ന് ഗോൾ അടിച്ചു. വിൽസൺ നല്ല ഫോമിലാണ്. ഇവോബി തിരിച്ചെത്തി. അവർക്കാണെങ്കിൽ സെറ്റ് പീസും അവർക്ക് നല്ലതാണ്, നന്നായിട്ട് ചെയ്യാൻ പറ്റും. എനിക്ക് ഫീൽ ചെയ്യണത് യുണൈറ്റഡിന്റെ ഒരു ചിലപ്പോ ഡ്രോ ആയിരിക്കും. പറഞ്ഞ പോലെ ഡ്രോ എന്തായാലും യുണൈറ്റഡ് ജയിക്കാനുള്ള ഒരു ചാൻസ് ഇതിൽ കാണാനില്ല. ഞാൻ ഡ്രോ ആണ് പറയുന്നത്. 1-1 ഡ്രോ അതായിരിക്കും അതിലുണ്ടാവുക. ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. ചെൽസി വെസ്റ്റ് ഹാം മറ്റേ ഇവൻ പോയില്ലേ? പക്വറ്റ പോയില്ലേ? പോയോ? പോകും കാലം കുറച്ചായി. 35 മില്യൺ പോയില്ലേ? 41 മില്യൺ. ആ കോൾ പാർമർ തിരിച്ചു വന്നു. ചെൽസി ജയിക്കും. ചെൽസി ജയിക്കാൻ സാധ്യതയുണ്ട് ഉറപ്പായിട്ട്. അവന്മാര് കളിക്കുന്നുണ്ട്. ലൈക്ക് പുതിയ മാനേജറാണ്, അവന്മാര് കളിക്കുന്നുണ്ട്. ജയിക്കും. ചെൽസി ജയിക്കും. വെസ്റ്റ് ഹാം കഴിഞ്ഞ 2 കളി ജയിച്ചില്ല ഫൈനലി കുറെ കാലത്തിന് ശേഷം. അതെ, വെസ്റ്റ് ഹാം ജയിച്ചു തുടങ്ങി എന്ന് പറഞ്ഞാലും ബോവനായിട്ട് കളിച്ചാലും ചെൽസി അത്രയും സ്ട്രോങ് ആണ്. ചെൽസി പാമർ തിരിച്ചു വന്നു. അത് മാത്രല്ല റൊട്ടേറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട് പ്ലേയേഴ്സ്. മാനേജറെ പ്ലേയേഴ്സിനെ സ്ക്വാഡിനെ മുഴുവൻ യൂസ് ചെയ്യാനും ഉദ്ദേശിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഫ്രഷ് പ്ലേയേഴ്സ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നത് അറ്റാക്കിംഗ് പ്ലേയേഴ്സിനെ റൊട്ടേറ്റ് ചെയ്യുന്ന നല്ല ചാൻസ് ഉണ്ട്. അവരെ ജയിക്കാൻ തന്നെ ചാൻസ്. ചെൽസി ഹോം മാച്ചും കൂടിയാണ്. വില്ല ബ്രെൻഫോർഡ്. Again, I'm looking at it. Harvey Elliott played a game. എലിയറ്റ് കളിക്കും. പ്രീമിയർ ലീഗ് ഗെയിം കളിക്കുക. അയാള് വിരലെണ്ണി കൊണ്ടിരിക്കുകയാണ്. 5 ആവരുത് എന്ന് പറഞ്ഞിട്ട്. ഇഞ്ചറീസും ഉണ്ടല്ലോ വില്ലയ്ക്ക്. പല പ്ലേയേഴ്സ് ഇഞ്ചേർഡ് ആണ്. അതെ, അത് കാരണം കളിക്കാൻ ചാൻസ്. അതിന്റെ ഇടയിലാണ് ഒഫീഷ്യലായി മാത്രമല്ല EPL വരികയും കൂടി ചെയ്തു. ഫാന്റസി പ്രീമിയർ ലീഗിലും വന്ന. അപ്പോ ടാമി എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതിപ്പോ ഡഗ്ലസ് ലൂയിസ് മറ്റേ യൂറോപ്പയില് രജിസ്റ്റർ ചെയ്യാത്തോണ്ടല്ലേ ഇവിടെ മറ്റേ എലിയറ്റ് കളിച്ചത്. ഇനിയിപ്പോ പ്രീമിയർ ലീഗിൽ കളിക്കാൻ പറ്റുമ്പോ എലിയറ്റ് ഇറങ്ങും. മേ ബി ഇറങ്ങാൻ സാധ്യതയുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. അതെ, പറയാൻ പറ്റില്ല. ചിലപ്പോ കളിപ്പിച്ചില്ല എന്ന് വരും. എനിവേ അവര് ഫോർവേഡ് ആര് കളിക്കുന്നുള്ളതാണ്. വാറ്റ്കിൻസ് ഇഞ്ചേർഡ് ആണ്. അപ്പോ മിക്കവാറും ടാമി എബ്രഹാം
സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് ഇല്ലാതില്ല. അത് വേറെ വില്ലേജ് സിറ്റി ഗെയിം സിറ്റി ആർ പ്ലേയിങ് ടോട്ടനം away. സ്പേഴ്സ് അവേ. സ്പേഴ്സ് തോക്കും. സ്പേഴ്സ് away എനിക്ക് എപ്പോഴും എന്റെ സ്പേഴ്സ് away എപ്പോഴും സിറ്റിക്ക് ടഫാണ്. ഏത് ഫോമിലാണെങ്കിലും അതിന് മുന്നത്തെ കളി 10-0 ജയിച്ചാണെങ്കിലും സ്പേഴ്സ് away is a tricky game for them actually. നമുക്കൊക്കെ ഇപ്പൊ മുമ്പ് സ്റ്റോക്ക് സിറ്റി ഒക്കെ കളിക്കുമ്പോൾ നമ്മൾ ബുദ്ധിമുട്ടാറില്ലേ, അതുപോലത്തെ ഒരു പ്രശ്നമാണ്. സ്പേഴ്സ് ഏത് മോശം ഫോം ആണെങ്കിലും സിറ്റിയുടെ കൂടെ മര്യാദയ്ക്ക് കളിക്കാറുണ്ട്. ഒരുവിധം നല്ലൊരു ഡീസന്റ് കളി കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഗാർഡിയോള ഒരുങ്ങിക്കെട്ടിയാണ്. ബിക്കോസ് ആർസണൽ തോറ്റത് അവർക്ക് വലിയൊരു ബൂസ്റ്റാണ്. സോ മേ ബി ദേ മൈറ്റ് പുട്ട് ദെയർ ബെസ്റ്റ് പെർഫോമൻസ്. അതും ഒരു സാധ്യതയാണ്. സോ നല്ലൊരു ഗെയിം ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഈ വീക്കെൻഡിൽ തന്നെ നമ്മുടെ ഗെയിം കഴിഞ്ഞാൽ വരുന്ന ഒരു നല്ലൊരു ഗെയിം അതായിരിക്കും, സ്പേഴ്സ് ആൻഡ് സിറ്റി. എനിക്ക് സ്പേഴ്സ് കുറച്ചുകൂടി ഇംപ്രൂവ് ആയിട്ടുണ്ട് അവരുടെ സ്ക്വാഡ്. അത് ഗാലഗറെ സൈൻ ചെയ്തു എന്നുള്ളതുകൊണ്ട് മാത്രമല്ല, സൊളാങ്കെ തിരിച്ചു വന്നു. സൊളാങ്കെ ഇഞ്ചേർഡ് ആയിരുന്നു. സൊളാങ്കെ ചാമ്പ്യൻസ് ലീഗിലൊക്കെ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗാലഗർ ആ മിഡ്ഫീൽഡ് കുറച്ചും കൂടി അവർ സേഫ് ആക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ഫീൽ ചെയ്യണത് സ്പേഴ്സ് ചിലപ്പോൾ ജയിക്കാം. സ്പേഴ്സിന് ജയിക്കാനുള്ള നല്ലൊരു ചാൻസ് ഉണ്ട്. കാര്യം കുഡൂസൊക്കെ ഇഞ്ചേർഡ് ആണ്, ശരിയാണ്. എന്നാൽ തന്നെ സ്പേഴ്സ് സിറ്റി നമുക്കറിയാം ചില ഗെയിമിലൊക്കെ സ്പേഴ്സ് നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റാറുണ്ട് അവർക്ക്. ഇപ്പൊ ഗാലഗറും കൂടി വന്ന് മിഡ്ഫീൽഡിലും കൂടി അവർക്കൊരു നല്ല ഒരു ബാറ്റിലാണ് ഈ മാച്ചിൽ ഉണ്ടാവുക. അത് അവർക്ക് ആ ഡോമിനേഷൻ, സിറ്റിയുടെ ഡോമിനേഷൻ കൗണ്ടർ ചെയ്യാൻ പറ്റാനുള്ള സാധ്യതയുണ്ട്. സൊളാങ്കെ ഗോൾ വന്നപ്പോ തന്നെ ഫോമിലാണ് തന്നെ. എനിക്ക് തോന്നുന്നത് രണ്ടുപേരും ഗോൾ അടിക്കും, കൺസീഡ് ചെയ്യുകയും ചെയ്യും, ഡ്രോ ആവാനുള്ള സാധ്യത, അല്ലെങ്കിൽ സ്പേഴ്സ് ജയിക്കും. ഇതാണ് സംഭവിക്കുക. പറയാൻ വിട്ടുപോയതാണ്. ലൈക്ക് ബേൺലി ഗെയിം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് അത് കണ്ടിട്ട് സ്പേഴ്സ് ജയിക്കുമെന്ന് സത്യമായിട്ട് തോന്നുന്നില്ല. ഡിഫൻസിന് ചാമ്പ്യൻസ് ലീഗില് ഫോർത്താണ് അവര്. സ്പേഴ്സ് കുറഞ്ഞ് ഫ്രാങ്ക്ഫൂട്ടിന് നമ്മള് അമ്മാതിരി നമ്മളെ തോപ്പിച്ചിട്ടുണ്ട്. അയാൾ 2-0 ജയിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇതിപ്പോ മറ്റേ ജെയ്ഡൻ ആന്റണി ആ വാൻഡവനിട്ട് കറക്കി ഒരു പരുവാക്കി. എനിക്കത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ആ ഗെയിമില്. എന്തായാലും സ്പേഴ്സ് ജയിക്കില്ല, ഉറപ്പാണ്. ഒരു 2-3 കൈൻഡ് ഓഫ് ഗെയിം ആയിരിക്കും. സിറ്റി വിൽ വിൻ. പ്ലേ ഔട്ട് ഫ്രം ദ ബാക്ക് സിറ്റി പ്ലെയറുടെ കാലിൽ ആ ബോളെത്തും, ഉറപ്പാണ്. അവന്മാരുടെ ആ കളി അതൊരു ചാൻസ് ഉണ്ട്. അവര് ഒരുക്കി കൊടുക്കുന്ന 2 അസിസ്റ്റ് ഉണ്ട്, അതിൽ അടിച്ചാൽ മതി. ഐ തിങ്ക് നമ്മൾ എല്ലാ മാച്ചും ഓൾമോസ്റ്റ് കവർ ചെയ്തു. ഇനിയിപ്പോ വേറെ മാച്ച് ലീഗ് ലീഡേഴ്സിനെ പറഞ്ഞില്ല. ലീഡ്സ് ആണ് അവേ. പ്രോബ്ലം ഫസ്റ്റ്. സോ അവര് ജയിച്ചാൽ വിൽ ബി എ ഗുഡ് വീക്ക് ഫോർ ദം. മറ്റേ കൈറാറ്റ് അൽമാറ്റി 2 ഗോൾ അടിച്ചിട്ടുണ്ട് ആർസണൽ ഹോം ഗെയിമില്. പക്ഷെ അവര് പ്ലേയേഴ്സിനെയൊക്കെ റെസ്റ്റ് ചെയ്യിച്ചല്ലോ. മെയിൻ ടീം ഒന്നും അല്ലല്ലോ ഇറങ്ങിയത്, അതുകൊണ്ടാണ്. കഴിഞ്ഞ കളി തോൽവിയാണ്. തോൽവി എന്നാണ് മറ്റേ വീഴ്ച വരാൻ സാധ്യത ഉള്ളത്. അങ്ങനെയൊന്നും പറയില്ലേ അല്ലെ? ഡ്രോ ആയിരുന്നു കുറെ കാലം. അല്ല, ഡ്രോ കഴിഞ്ഞിട്ട് തോൽവിയായി. ഇനി അടുത്ത് എന്താ വരികയെന്ന് അറിയില്ലല്ലോ. ഈ Villa will drop off, I think, this weekend. I think Arsenal and City will win. എനിക്ക് തോന്നുന്നില്ല സ്പേഴ്സിനോട് സിറ്റി ഉറപ്പ്. ഈ വീക്കില് ഉള്ള മാച്ചുകളില് 2 റിസൾട്ടേ നമുക്ക് ഉറപ്പിച്ച് പറയാനുള്ളതുള്ളൂ. 1 ലിവർപൂൾ ജയിക്കുന്നതും 2 ആഴ്സണൽ ജയിക്കുന്നതും. ബാക്കിയൊക്കെ എങ്ങനെ വേണമെങ്കിലും മാറാം. ഈ 2 കാര്യങ്ങൾ ഉറപ്പുള്ള കാര്യം. I think on that note നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു.
അതെ അതെ ഇതിലും പോസിറ്റീവായിട്ട് ഒന്നും കിട്ടാനില്ല. അതെ, അപ്പൊ നമ്മള് പ്രഡിക്ഷൻ നടത്തിയ പോലെ നിങ്ങളും പ്രഡിക്ഷൻ നടത്തുക. നിങ്ങളുടെ പ്രഡിക്ഷൻസ് ഒക്കെ കാണുന്നുണ്ട്, നിങ്ങളുടെ കമന്റ്സ് ഒക്കെ കാണുന്നുണ്ട്. ഞാൻ റിപ്ലൈ ഇടുന്നുണ്ട് കേട്ടോ. ഒരു ഡെമ്പസ് എന്ന് പറഞ്ഞൊരു ഇതില് ഞാനാണ് കുറച്ച് കാര്യങ്ങളൊക്കെ എന്റെ പേരിൽ വരുന്ന കാര്യങ്ങൾ ഞാൻ റിപ്ലൈ അടിക്കുന്നുണ്ട്. ഇവരൊന്നും റിപ്ലൈ ഇടാനില്ല. ഇവരോടൊക്കെ റിപ്ലൈ ഇടാൻ പറയും. നിങ്ങൾ കമന്റ് ചെയ്തിട്ട് നിർബന്ധിച്ച് റിപ്ലൈ ഇടിച്ച് ഇവരൊക്കെ റിപ്ലൈ ആരൊന്നും പറയാറില്ല, അതുകൊണ്ട് എനിക്ക് റിപ്ലൈ അടിക്കാനൊന്നുമില്ല. എല്ലാരും ഗണേശും സുദീപും ഫാൻസാ, രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്ന ആൾക്കാരുടെ. അല്ലെങ്കിൽ അജ്മൽ വരണം, അജ്മലിനാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത്. അതെ അതെ. കഴിഞ്ഞ ദിവസം കൂടിയും അന്ന് ക്രിസ് പറഞ്ഞില്ല, ക്ലോപ്പുള്ള സമയത്ത് എന്റെ സ്റ്റൈല് മുടി താടിയുണ്ട്, സ്ലോട്ടുള്ള സമയത്ത് ഞാൻ ഇങ്ങനെയായി. അതുകൊണ്ടാണ് അലോൺസോ വരുമ്പോ എനിക്ക് പ്രശ്നം, എനിക്കിനി മുടി തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല, കഷണ്ടിയാണ്, അതുകൊണ്ടാണ് മുട്ടയടിച്ച് നടക്കണേട്ട. ഈ അലോൺസോ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇതുപോലെ മുടി വെക്കാനുള്ള യാതൊരു യോഗമില്ല. അത് കാരണമാണ് ഞാൻ മുടി പെട്ടെന്ന് പോയില്ലേ, മുടി പെട്ടെന്ന് പോയി. അതെ അതുകൊണ്ടാണ് ഞാൻ സ്ലോട്ടിനെ സപ്പോർട്ട് ചെയ്യണേന്ന് ചിലർ പറയുന്നത്. പക്ഷെ അതൊന്നുമല്ല, സ്ലോട്ടിന്റെ ആ ഒരു സ്ലോട്ടിന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ കഴിവിലെ ഞാൻ ഫുൾ ബിലീവ്. കാര്യം എന്ന് വെച്ചാൽ വി വാണ്ട് ഹിം ടു സക്സീഡ്. സ്ലോട്ട് ഔട്ട് പറയുന്നവരും സക്സീഡ് അയാള് ശരിയായാൽ നമുക്ക് നല്ലതായിരുന്നു. ആ സ്റ്റെബിലിറ്റിയും ശരിയാവണം. അയാളുടെ സംസാരവും ശരിയാവുന്നുണ്ട്, അതും ശരിയാവാനുണ്ട്. ഇന്ന് ശരിയായിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ പ്രസ് കോൺഫറൻസിൽ എല്ലാ പ്ലേയേഴ്സിനെയും മുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതെ, അക്കാഡമി പ്ലേയേഴ്സിന് നല്ല തള്ളുതള്ളിണ്ട്. ഗണേശ തമിഴ്നാട്ടിൽ ഇരുന്നിട്ടാണ് കേട്ടോ സംസാരം ശരിയല്ല എന്നൊക്കെ പറയണേ. എനിവേ വൈൻഡ് അപ്പ് ചെയ്യാൻ പോയി, പണിയുണ്ട്. നാളത്തെ മാച്ച് കാണണം. ഇന്ന് വല്ല മാച്ചും ഉണ്ടോ? പറ്റുമെങ്കിൽ അത് കാണണം. ഇന്ന് ലാറ്റ്സിയോ ജനോവ ഉണ്ട്. എസ്പാന്യോൾ അലവേസ് ഉണ്ട്. കൊളോൺ വേഴ്സസ് വുൾഫ്സ്ബർഗ് ഉണ്ട്. രാത്രി അല്ലേ? അത് കുറച്ച് ഡീസന്റ് ഉള്ളതിലും, അതാണ് ഡീസന്റ് ഗെയിം. കൊളോൺ ഓക്കെ, അപ്പൊ വേറെ ഒന്നുമില്ല. ബൈ. വൈൻഡ് അപ്പ്. Bye.